എല്ലാവർക്കും പ്രൈം ബിഎസ്സിയുടെ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കുന്നത് മൈക്രോസോഫ്റ്റ് എക്സലിനെ പറ്റിയാണ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എക്സലിനെ പരിചയപ്പെട്ടായിരുന്നു അല്ലേ? എക്സൽ നമ്മൾ പരിചയപ്പെട്ടായിരുന്നു. ഓക്കെ, നോക്കിയേ. അപ്പോൾ നമ്മൾ ഇന്നിവിടെ പരിചയപ്പെടാനായിട്ട് പോകുന്നപ്പം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്തൊക്കെ പറഞ്ഞായിരുന്നു? ഓക്കെ, നമ്മൾ ഈ ടൈറ്റിൽ ബാർ, അതുപോലെ തന്നെയാണ് കൺട്രോൾ ബട്ടൺസ്, ഓക്കെ, ക്വിക്ക് ആക്സസ് ടൂൾ ബാർ, ഓഫീസ് ബട്ടൺ, റിബൺ, ഓക്കെ, പിന്നെ എന്താണ് നെയിം ബോക്സ്, ഫോർമുല ബാർ, സെല്ല്, ഇത്രയും കാര്യങ്ങൾ നമ്മൾ പരിചയപ്പെട്ടായിരുന്നു അല്ലേ? ഓക്കെ, സെല്ല് പരിചയപ്പെട്ടപ്പോൾ നമ്മൾ പറഞ്ഞായിരുന്നു ഓക്കെ എങ്ങനെയാണ് നമ്മളൊരു അല്ലെ നെയിം ബോക്സ് പറഞ്ഞപ്പോഴാണ് നമ്മൾ സെല്ലിലേക്ക് പോയത്. കാരണം ആക്റ്റീവായ സെല്ലിന്റെ നമ്മൾ ഏത് സെല്ലിലാണോ നിൽക്കുന്നത് ആ സെല്ലിന്റെ അഡ്രസ് ആണ് നമ്മൾ എവിടെ നിന്ന് മനസ്സിലാക്കുന്നത്? നെയിം ബോക്സിൽ നിന്ന് മനസ്സിലാക്കുന്നത് അല്ലെ? അപ്പം ഇവിടെ നോക്കിയാൽ നിങ്ങൾ നോക്കിയേ A1 എന്ന് പറഞ്ഞുകൊണ്ടൊരു സെല്ലാണ് നമ്മൾ നിൽക്കുന്നത്. കാരണം നമ്മളിപ്പോൾ നിൽക്കുന്ന A1 എന്ന സെല്ലിലാണ്. ഞാൻ എന്താ അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് വന്ന് നോക്കിയേ. ഓക്കെ, നോക്കിയേ, അതായത് F5 എന്ന സെല്ലിലാണ് ഞാൻ നിൽക്കുന്നത്. ഈ F5 ആണ് ഇവിടുത്തെ ആക്റ്റീവായ സെല്ല് അല്ലെ? F5ലാണ് നിൽക്കുന്നത്. ഈ സെല്ലിന്റെ അഡ്രസ്സാണ് നമ്മൾ എവിടെ കാണുന്നത്? നെയിം ബോക്സിൽ കാണുന്നത് എന്ന് നമ്മൾ പറഞ്ഞു. നോക്കിയേ, ഇനി അതുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് പറയുന്നത്. നോക്കിയേ, ഞാൻ പറഞ്ഞു ആക്റ്റീവായ സെല്ലിന്റെ അഡ്രസ്സ് അല്ലെങ്കിൽ നമ്മൾ ഏത് സെല്ലാണോ നിൽക്കുന്നത് ആ സെല്ലിന്റെ അഡ്രസ്സാണ് നമ്മൾ എവിടെ കാണുന്നത്? ഓക്കെ, നെയിം ബോക്സിൽ കാണുന്നത്. കാരണം F എന്ന കോളം 5 എന്ന റോ അല്ലേ? അങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അല്ലേ? അപ്പം കോളം എന്ന് അത് പറഞ്ഞപ്പം എന്താണ് കോളം എന്നും എന്താണ് റോ എന്നും ഞാൻ പറഞ്ഞായിരുന്നു. ഓക്കെ, ഈ കോളത്തിൻ്റെയും റോയുടെയും ഇന്റർസെക്ഷൻ ആണ് ഒരു സെല്ല് എന്ന് പറഞ്ഞു. ഓക്കെ, അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ഒരു സെല്ലിന്റെ അഡ്രസ്സ് തിരിച്ചറിയുന്നത്? കോളം ഹെഡിങ്ങും റോ ഹെഡിങ്ങും ചേർന്നതാണ് എന്താണ് ഒരു സെല്ലിന്റെ അഡ്രസ്സ്. അപ്പം കോളം പറഞ്ഞു അല്ലെ? ഈ ABCD എന്ന് പറഞ്ഞു പോയിരിക്കുന്നതാണ് എന്ത്? കോളം അല്ലെ? ABCD എന്ന് പറഞ്ഞു പോയിരിക്കുന്നതാണ് കോളം. ഈ 1 2 3 4 എന്ന് പറഞ്ഞിരിക്കുന്നതാണ് റോ അല്ലേ? അപ്പൊ A എന്ന കോളവും അല്ലെങ്കിൽ എന്താണ് F എന്ന കോളവും 5 എന്ന റോയും ചേർന്നാണ് ഈ ഒരു സെല്ല്. അതാണ് F5 എന്ന് പറഞ്ഞുകൊണ്ട് കാണിക്കുന്നത്. ഇനി നിങ്ങൾ ശ്രദ്ധിക്കണം, എപ്പോഴും നമ്മളെ അല്ലെ സെല്ലിന്റെ അഡ്രസ്സ് പറയാൻ നേരത്തെ അല്ലെങ്കിൽ അഡ്രസ്സ് എഴുതാൻ നേരത്തെ ആദ്യം പറയേണ്ടത് ഏതാണ്? കോളം ഹെഡിങ് ആണ്. ആദ്യം പറയേണ്ടത് ഏതാണ്? കോളം ഹെഡിങ് ആണ്. ഇവിടെ തന്നെ നോക്കി F ആണ് ആദ്യം കാണിച്ചിരിക്കുന്നത്. അതിനുശേഷമാണ് എന്താണ് റോ ഹെഡിങ് വരേണ്ടത്. ചിലപ്പോൾ നമ്മളെ തെറ്റിക്കാനായിട്ടൊക്കെ PSC ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുക അല്ലേ? ഇതേപോലെ തന്നിട്ട് ഇതിൽ കറക്റ്റ് ആയിട്ടുള്ള കോളം ഹെഡിങ് ഏതാണ്? അപ്പം 5F എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തരും. അത് തെറ്റാണ്, ഒരിക്കലും അങ്ങനെ പറയത്തില്ല. കാരണം ആദ്യം വരേണ്ടത് എപ്പോഴും വരേണ്ടതാണ് കോളം ഹെഡിങ് ആണ്. ഇവിടെ F എന്ന കോളം ഓക്കെ എന്താണ് 5 എന്ന റോയുമാണ് തന്നിരിക്കുന്നത് അതെ? അതാണ് ഇവിടുത്തെ സെല്ലിന്റെ അഡ്രസ്. ഓക്കെ, അതെല്ലാവർക്കും മനസ്സിലായല്ലോ? ഓക്കെ, അപ്പൊ നമ്മൾ അത് പറഞ്ഞപ്പോൾ എന്താണ് നെയിം ബോക്സ് പറഞ്ഞു, ഫോർമുല ബാർ പറഞ്ഞായിരുന്നു, എന്താണ് കോളം എന്നും എന്താണ് റോ എന്നും പറഞ്ഞു. ഇവിടെ ഇന്റർസെക്ഷൻ ആണ് ഒരു സെല്ലെന്നും നമ്മൾ പരിചയപ്പെട്ടു. ഓക്കെ ആണല്ലോ ഇത്രയും കാര്യം? ഇനി നോക്കിയടേ, നിങ്ങൾ ഇങ്ങോട്ട് നോക്കിയേ. നിങ്ങൾ ഈ കാണുന്നത് ഒരു ആക്റ്റീവായ സെല്ലാണ്. കാരണം ഞാൻ നോക്കിയേ, ഈ ആക്റ്റീവായ സെല്ലാണ് എന്ത് ചെയ്യുന്നത്? ടൈപ്പ് ചെയ്യുന്നത് അല്ലേ? ഞാൻ ടൈപ്പ് ചെയ്യുന്നതൊക്കെ ഈ ആക്റ്റീവായ സെല്ലാണ്. അപ്പം ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞു ഒരു ആക്റ്റീവായ സെല്ല് നമ്മൾ എങ്ങനെയാണ് ഓക്കെ തിരിച്ചറിയുന്നത്? ആക്റ്റീവായ സെല്ല് എപ്പോഴും ഡാർക്ക് ബ്ലാക്ക് ബോർഡറിലായിരിക്കും. ഇതേപോലെ ഡാർക്ക് ആയിട്ടൊരു ബ്ലാക്ക് ബോർഡറിലായിരിക്കും ആക്റ്റീവായ സെല്ല്. അപ്പം നിങ്ങൾ മനസ്സിലാക്കിക്കോണേ, ആക്റ്റീവായ സെല്ല് എങ്ങനെയാണ്? ഓക്കെ, ഡാർക്ക് ബ്ലാക്ക് ബോർഡറിലായിരിക്കും ആക്റ്റീവായ സെല്ല്. ഓക്കെ, ഈ ആക്റ്റീവായ സെല്ലിന്റെ റൈറ്റ് ബോട്ടം കോർണറിൽ കണ്ടോ ഫിൽ ഹാൻഡ്? ആ ഫിൽ ഹാൻഡിനെ പറ്റി നമ്മൾ പരിചയപ്പെടും. അപ്പം നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു ആക്റ്റീവായ സെല്ല് എങ്ങനെയായിരിക്കും? ഡാർക്ക് ബ്ലാക്ക് ബോർഡറിലായിരിക്കും. ഓക്കെ, ഞാനിവിടെ നോക്കിയേ എക്സൽ എന്ന് ടൈപ്പ് ചെയ്തു. ഞാൻ എക്സൽ എന്ന് ടൈപ്പ് ചെയ്തിരിക്കുന്നത് എന്താണ്? ഈ ആക്റ്റീവായ സെല്ലിലാണ്. മനസ്സിലായി? ഞാൻ അവിടെ ശേഷം മറ്റൊരു സെല്ലിലേക്ക് വന്നു. ഇതെല്ലാം ആക്റ്റീവായ സെല്ലുകളാണ്. അപ്പം ഈ ആക്റ്റീവായ സെല്ലുകളെല്ലാം എപ്പോഴും എങ്ങനെയാണ് ഇരിക്കുന്നത്? ഡാർക്ക് ഓക്കെ ബ്ലാക്ക് ബോർഡറിലായിരിക്കും എങ്ങനെ ഇരിക്കുന്നത്? ആക്റ്റീവായ സെല്ല്. അത് ഓക്കെ ആണല്ലോ? ഓക്കെ, ആക്റ്റീവായ സെല്ല് എപ്പോഴും എന്താണ്? ഡാർക്ക് ബ്ലാക്ക് ബോർഡറിലായിരിക്കും ആക്റ്റീവായ സെല്ലെന്ന് നമ്മൾ ഇവിടെ പരിചയപ്പെട്ടു. ഓക്കെ, ഇനി നമ്മൾ നോക്കിയടേ, ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഓക്കെ എന്താണ് സെലക്ട് ആൾ ബട്ടൺസ് അല്ലേ? സെലക്ട് ആൾ ബട്ടൺസ് എവിടെയെന്ന് നമ്മൾ പറഞ്ഞായിരുന്നു. ഇവിടെ ആയിട്ടാണ് അല്ലേ? ടോപ്പ് ലെഫ്റ്റ് കോർണർ, അതായത് ഈ നെയിം ബോക്സിന്റെ തൊട്ട് താഴെയായിട്ടാണ് സെലക്ട് ആൾ ബട്ടൺസ് വന്നിരിക്കുന്നത്. ഓക്കെ, അതിനുശേഷം ഇനി നമുക്ക് നോക്കേണ്ടത് ഷീറ്റ് ടാബാണ് നോക്കേണ്ടത്. അപ്പം നെയിം ബോക്സ് പരിചയപ്പെട്ടു, ഫോർമുല ബാർ, സെലക്ട് ആൾ ബട്ടൺസ്, റോസ്, കോളംസ്, സെല്ല്, ഒരു ആക്റ്റീവായ സെല്ല്, ഇത്രയും കാര്യങ്ങൾ നമ്മൾ നന്നായിട്ട് പരിചയപ്പെട്ടു. ഇനി നമുക്ക് നോക്കേണ്ട ഷീറ്റ് ടാബ്. ഓക്കെ, ഇനി നമുക്കറിയാം
എക്സലിലെ ഷീറ്റ് ടാബ് പറയുന്നതിന് മുമ്പ് രണ്ട് സ്ക്രോൾ ബാർ ആണ് നോക്കിയേ. വെർട്ടിക്കൽ സ്ക്രോൾ ബാറും ഹൊറിസോണ്ടൽ സ്ക്രോൾ ബാറും നോക്കിയേ. എക്സലിലെ രണ്ട് സ്ക്രോൾ ബാർ ഏതൊക്കെയാണ്? ഓക്കെ, വെർട്ടിക്കൽ സ്ക്രോൾ ബാറും ഓക്കെ ഹൊറിസോണ്ടൽ സ്ക്രോൾ ബാറും. നമുക്കറിയാം വെർട്ടിക്കൽ എന്ന് പറയുമ്പോൾ ഇങ്ങനെ വെർട്ടിക്കൽ സ്ക്രോൾ ബാർ ഇവിടെ സ്ക്രീനിന്റെ റൈറ്റ് സൈഡ്, എക്സൽ വിൻഡോയുടെ റൈറ്റ് സൈഡിലാണ് എന്ത് പറഞ്ഞാൽ വെർട്ടിക്കൽ സ്ക്രോൾ ബാർ. ഓക്കെ, ഇനി നോക്കിയേ ഈ എക്സൽ വിൻഡോയുടെ ബോട്ടം, ഈ ബോട്ടം റൈറ്റ് സൈഡിലാണ് എന്താണ് ഹൊറിസോണ്ടൽ സ്ക്രോൾ ബാർ. നിങ്ങൾ കണ്ടോ, ഇതാണ് ഹൊറിസോണ്ടൽ സ്ക്രോൾ ബാർ. അപ്പോൾ നമ്മൾ എക്സലിലെ രണ്ട് സ്ക്രോൾ ബാറും പരിചയപ്പെട്ടു. ഒന്ന് വെർട്ടിക്കൽ സ്ക്രോൾ ബാർ, അടുത്ത ഹൊറിസോണ്ടൽ സ്ക്രോൾ ബാർ. ഈ ഹൊറിസോണ്ടൽ സ്ക്രോൾ ബാർ നമ്മൾ എവിടെയാണ് കാണപ്പെടുന്നത്? എക്സൽ വിൻഡോയുടെ ബോട്ടം റൈറ്റ് സൈഡ്. നോക്കിയേ, ബോട്ടം റൈറ്റ് സൈഡിലാണ് ഞാൻ ഈ നീക്കുന്നത് ഹൊറിസോണ്ടൽ സ്ക്രോൾ ബാർ ആണ്. നിങ്ങൾക്ക് നോക്കിയാൽ കാണുവാൻ സാധിക്കും. ഓക്കെ, ഇനി നോക്കിയടേ, ഇതാണ് ഇത്രയും ഭാഗത്താണ് എന്ത് വരുന്നത്? ഹൊറിസോണ്ടൽ സ്ക്രോൾ ബാർ. നിങ്ങൾ ഇനി ഇപ്പുറത്തോട്ട് ശ്രദ്ധിച്ചേ, ഇത്രയും ഭാഗം കണ്ടോ? ഇത്രയും ഭാഗത്ത് വരുന്നതാണ് ഷീറ്റ് ടാബ്. ഓക്കെ, അപ്പം ഷീറ്റ് ടാബ് എവിടെയാണ് വരുന്ന? എക്സൽ വിൻഡോയുടെ ബോട്ടം ലെഫ്റ്റ് സൈഡിൽ അല്ലേ? ബോട്ടം ലെഫ്റ്റ് സൈഡിലാണ് എന്ത് വരുന്നത്? ഷീറ്റ് ടാബ് വരുന്നത്. എക്സൽ വിൻഡോയുടെ ബോട്ടം ലെഫ്റ്റ് സൈഡിലാണ് എന്ത് വന്നത്? ഷീറ്റ് ടാബ് വരുന്നത്. ഓക്കെ, നിങ്ങൾ നോക്കിയേ, ബോട്ടം ലെഫ്റ്റ് സൈഡിൽ ഇവിടെ ആയിട്ടാണ് എന്ത് വരുന്നത്? ഓക്കെ, ഷീറ്റ് ടാബ് വരുന്നത്. എക്സൽ വിൻഡോയുടെ ബോട്ടം ലെഫ്റ്റ് സൈഡിലായിട്ടാണ് എന്ത് വരുന്നത്? ഷീറ്റ് ടാബ് വരുന്നത്. ബാക്കി ഇത്രയും ഭാഗത്ത് ഇവിടെ എന്താണ് പറയുന്നത്? ഇവിടെ വരുന്നത് ഹൊറിസോണ്ടൽ സ്ക്രോൾ ബാർ ആണ്. ഇവിടെ വരുന്നത് എന്താണ്? ഹൊറിസോണ്ടൽ സ്ക്രോൾ ബാർ. ഇവിടെ വരുന്നത് എന്താണ്? ഷീറ്റ് ടാബ്. ഇതാണ് ഷീറ്റ് ടാബ്. ഓക്കെ, നമുക്ക് ഷീറ്റ് ടാബ് എങ്ങനെ മനസ്സിലാക്കാം? ഷീറ്റ് 1, ഷീറ്റ് 2, ഷീറ്റ് 3 എന്ന് പറഞ്ഞുകൊണ്ട് ഷീറ്റ് ടാബ് കൊടുത്തിട്ടുണ്ട്. നിങ്ങളൊന്ന് ശ്രദ്ധിച്ച്, ഇവിടെ ഷീറ്റ് 1, ഷീറ്റ് 2, ഷീറ്റ് 3 മൂന്ന് ഷീറ്റുകളാണ് തന്നിരിക്കുന്നത്. എന്തുകൊണ്ടാണ്? ഞാൻ പറഞ്ഞു, ഒരു വർക്ക് ബുക്കിലെ ഡീഫാൾട്ട് വർക്ക് ഷീറ്റുകളുടെ എണ്ണം, ഇത് നമ്മൾ കാണുന്ന ഒരു വർക്ക് ബുക്കാണ് അല്ലേ? ഈ വർക്ക് ബുക്കിലെ ഡീഫാൾട്ട് വർക്ക് ഷീറ്റുകളുടെ എണ്ണം എന്താണ്? 3 ആണ്. ഇപ്പൊ ഇത് ഷീറ്റ് 1 ആണ്. ഇപ്പൊ ഈ ഷീറ്റാണ് ആക്റ്റീവായിട്ട് നിൽക്കുന്നത്. അതേപോലെ 2 ഷീറ്റ് കൂടെ എക്സ്ട്രാ വരുന്നുണ്ട്. അതാണ് ഷീറ്റ് 1, ഷീറ്റ് 2, ഷീറ്റ് 3. ഇനി ഞാൻ ഇവിടെ എത്രയൊക്കെ ഷീറ്റുകൾ ഇൻസേർട്ട് ചെയ്യുന്നുണ്ടോ ആ ഷീറ്റുകളെല്ലാം ഇവിടെ ഇങ്ങനെ വരും. ഇപ്പം ഞാൻ 4ാമത്തെ ഷീറ്റ് ആണെങ്കിൽ ഷീറ്റ് 4, 5ാമത്തെ ഷീറ്റ് ആണെങ്കിൽ ഷീറ്റ് 5, അങ്ങനെ എത്ര ഷീറ്റുകളെല്ലാം ഇവിടെ ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ടോ ആ ഷീറ്റ് എല്ലാം നമുക്ക് ഇവിടെ കാണുവാൻ സാധിക്കും. ഇപ്പം ഞാൻ ഒരു 10 ഷീറ്റ് ഇൻസേർട്ട് ചെയ്തിട്ട് ഞാൻ നിങ്ങളുടെ അടുത്ത് ചോദിക്കുന്നു, ഞാൻ ഈ വർക്ക് ബുക്കിൽ എത്ര ഷീറ്റ് ഇൻസേർട്ട് ചെയ്തു? വേറെ അങ്ങ് നോക്കട്ടെ, നിങ്ങൾ ഈ എക്സൽ വിൻഡോയുടെ ബോട്ടം ലെഫ്റ്റ് സൈഡിലോട്ട് നോക്കിയാൽ മതി. ബോട്ടം ലെഫ്റ്റ് സൈഡിലാണ് എന്ത് വന്നത്? ഷീറ്റ് ടാബ്. അപ്പം എത്രയൊക്കെ ഷീറ്റ് ഇൻസേർട്ട് ചെയ്തോ ആ ഷീറ്റുകളെല്ലാം അവിടെ കാണിക്കും. ഇപ്പം 10 ഷീറ്റ് ഇൻസേർട്ട് ചെയ്യണമെങ്കിൽ ഷീറ്റ് 1, ഷീറ്റ് 2 തൊട്ട് ഷീറ്റ് 10 വരെ ഇങ്ങനെ കാണിക്കും. അതാണ് ഷീറ്റ് ടാബ്. ഒന്ന് നോക്കിയടേ, ഷീറ്റ് ടാബ് എവിടെയാണ് വരുന്നത്? എക്സൽ വിൻഡോയുടെ ബോട്ടം ലെഫ്റ്റ് സൈഡിലായിട്ടാണ് എന്ത് വന്നത്? ഷീറ്റ് ടാബ് വരുന്നത്. ഇനി നിങ്ങൾ നോക്കിയേ, ഈ ഷീറ്റ് ടാബിന്റെ തൊട്ടപ്പുറത്തായിട്ട് ഒരു കാര്യമുണ്ട്. ഈ ഷീറ്റ് ടാബിന്റെ തൊട്ടപ്പുറത്തായിട്ട് എന്താണ്? ഷീറ്റ് ടാബിൽ സ്ക്രോൾ ബട്ടൺ ആണ്. എന്താണ് ഇവിടെ വരുന്നത്? ഷീറ്റ് ടാബ് സ്ക്രോൾ ബട്ടൺ. അതായത് നമുക്ക് ഈ ഓരോ ഷീറ്റുകളും സ്ക്രോൾ ചെയ്ത് കാണാവുന്ന ഓപ്ഷൻ ആണ്. ഓക്കെ, നോക്കിയേ, ഓരോ ടാബും എന്താണ്? സ്ക്രോൾ ചെയ്ത് ഓരോ ഷീറ്റും സ്ക്രോൾ ചെയ്ത് കാണാം. ഇവിടെ നോക്കിയേ, ഇപ്പൊ ഇവിടെ നമുക്ക് സ്ക്രോൾ ചെയ്ത് കാണാം. ഓരോ ഷീറ്റ്, ഇവിടെ എത്രയൊക്കെ ഷീറ്റ് ഉണ്ടോ ആ ഷീറ്റ് എല്ലാം സ്ക്രോൾ ചെയ്ത് കാണാൻ പറ്റും. അപ്പോൾ ഇപ്പോൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് എക്സൽ വിൻഡോയുടെ ബോട്ടം ലെഫ്റ്റ് സൈഡ്, എക്സൽ വിൻഡോയുടെ ബോട്ടം ലെഫ്റ്റ് സൈഡാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. നോക്കിയേ, എക്സൽ വിൻഡോയുടെ ബോട്ടം ലെഫ്റ്റ് സൈഡാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ബോട്ടം ലെഫ്റ്റ് സൈഡിൽ നമ്മൾ ആദ്യം എന്ത് പഠിച്ചു? ഓക്കെ, ഷീറ്റ് സ്ക്രോൾ ബട്ടൺ. കണ്ടോ, ഷീറ്റെല്ലാം നമുക്ക് എത്ര ഷീറ്റ് ഉണ്ടോ ആ ഷീറ്റെല്ലാം സ്ക്രോൾ ചെയ്ത് കാണാൻ പറ്റും. ഇനി തൊട്ടപ്പുറത്തായിട്ട് ഷീറ്റ് ടാബ്. ഇവിടെ നോക്കി, ഈ വർക്ക് ബുക്കിൽ ഡീഫാൾട്ട് ആയിട്ടുള്ള 3 വർക്ക് ഷീറ്റാണ് ഉള്ളത്. അതുകൊണ്ട് ഷീറ്റ് 1, ഷീറ്റ് 2, ഷീറ്റ് 3 എന്ന് പറഞ്ഞുകൊണ്ട് കാണും. അപ്പം ഷീറ്റ് ടാബ് സ്ക്രോൾ ബട്ടൺ, ഷീറ്റ് ടാബ്. ഇനി ഇപ്പുറത്തായിട്ട് ചെറിയൊരു ബട്ടൺസ് ഉണ്ട്, അതിനെ പറയുന്ന പേരാണ് ഇൻസേർട്ട് ഷീറ്റ് ബട്ടൺ. ഇവിടെ ആയിട്ട് ചെറിയൊരു ബട്ടൺ വരുന്നുണ്ട്, അതിനെ പറയുന്ന പേരാണ് ഇൻസേർട്ട് ഷീറ്റ് ബട്ടൺ. അപ്പൊ എല്ലാവരും എക്സൽ വിൻഡോയുടെ ബോട്ടം ലെഫ്റ്റ് സൈഡ്, എക്സൽ വിൻഡോയുടെ ബോട്ടം ലെഫ്റ്റ് സൈഡാണ് നമ്മൾ പഠിക്കുന്നത്. എക്സൽ വിൻഡോയുടെ ബോട്ടം ലെഫ്റ്റ് സൈഡിൽ 3 കാര്യങ്ങളാണ് നമ്മൾ പരിചയപ്പെടുന്നത്. ഒന്നെന്താണ്? ഒന്ന് ഷീറ്റ് ടാബ് സ്ക്രോൾ ബട്ടൺ, നമുക്ക് ഷീറ്റുകളൊക്കെ സ്ക്രോൾ ചെയ്ത് കാണാനുള്ള ഓപ്ഷൻ. അടുത്ത ഷീറ്റ് ബട്ടൺ, അവിടെ എത്ര ഷീറ്റാണോ ഡീഫാൾട്ട് ഉള്ള ആ ഷീറ്റുകൾ കാണിക്കും. ഇവിടെ 3 ഷീറ്റുകളാണ് ഡീഫാൾട്ട് ഉള്ളത്. അത് ഷീറ്റ് 1, ഷീറ്റ് 2, ഷീറ്റ് 3 എന്ന് പറഞ്ഞുകൊണ്ട് കാണിക്കുന്നു.
തൊട്ടപ്പുറത്തായിട്ട് ഇൻസേർട്ട് വർക്ക്ഷീറ്റ് ബട്ടൺ. എന്താണ് ഇൻസേർട്ട് വർക്ക്ഷീറ്റ് ബട്ടൺ? ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇവിടെ പഠിക്കാനുള്ളത് ഈ എക്സൽ വിൻഡോയുടെ ആ ലെഫ്റ്റ് സൈഡിലായിട്ട് പഠിക്കാനുള്ളത്. ഇനി ഇവിടെ റൈറ്റ് സൈഡിലായിട്ട് എന്ത് വരും? നമ്മുടെ ഹൊറിസോണ്ടൽ സ്ക്രോൾ ബാർ വരും. റൈറ്റ് സൈഡിലായിട്ട് എന്ത് വരും? ഇവിടെ ഹൊറിസോണ്ടൽ സ്ക്രോൾ ബാർ. നോക്കിയടേ എക്സൽ ഒന്ന് നോക്കിയടേ, ഒന്ന് ലെഫ്റ്റ് സൈഡിൽ നമ്മൾ എന്തൊക്കെ പഠിച്ചു? ഓക്കെ, ഷീറ്റ് ടാബ് സ്ക്രോൾ ബട്ടൺ, ഷീറ്റ് ടാബ് ഇൻസേർട്ട് വർക്ക്ഷീറ്റ് ബട്ടൺ. ഓക്കെ, ലെഫ്റ്റ് സൈഡിലായിട്ട് ഹൊറിസോണ്ടൽ സ്ക്രോൾ ബാർ. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ നോക്കിയത്. ഓക്കെ, ഒന്ന് ശ്രദ്ധിച്ചേടേ. അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എക്സലിനെ പറ്റി, എക്സൽ വിൻഡോയെ പറ്റി പരിചയപ്പെട്ടു. ഓക്കെ, ഇപ്പം നമ്മൾ എന്താണ് ഷീറ്റ് ടാബ് വരെയാണ് പരിചയപ്പെട്ട് നിൽക്കുന്നത്. ഓക്കെ, ഇനി ഒന്ന് നോക്കിയടേ എക്സൽ. The software package for processing alphanumeric data in tabular form is generally known as spreadsheet application. നോക്കിയടേ, a software package അല്ലേ for processing എന്താണ്? ആൽഫാ ന്യൂമറിക്. നമുക്കറിയാം ആൽഫബറ്റും ന്യൂമറിക്സ് ആയിട്ടാണ് അല്ലേ? ആൽഫാ ന്യൂമറിക് ഡേറ്റ ഇൻ എ ടാബുലർ ഫോം ഈസ് ജനറലി നോൺ ആസ് സ്പ്രെഡ്ഷീറ്റ് ആപ്ലിക്കേഷൻ. ഓക്കെ, ഇനി നോക്കിയടേ MS Excel 2007 ഈസ് ആൻ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ. ഞാൻ പറഞ്ഞു MS Excel എന്താണ്? ഒരു ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറിന് എക്സാമ്പിൾ ആണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അത് എന്തിന്റെ ഉപയോഗമാണെന്ന് നമുക്കറിയാം. നോക്കിയേ, ഇനി MS Excel 2007 ഈസ് എ സ്പ്രെഡ്ഷീറ്റ് ആപ്ലിക്കേഷൻ. നോക്കിയടേ, spreadsheet application which allows operations like entering editing ഡേറ്റകളെല്ലാം എൻ്റർ ചെയ്യാൻ, എഡിറ്റ് ചെയ്യാൻ, ഫോർമാറ്റ് ചെയ്യാൻ. അതുപോലെ ഈ ഒരു 3 വാക്ക് നിങ്ങൾ ഇതാണ് ശ്രദ്ധിക്കേണ്ടത്. നോക്കിയേ, കാൽക്കുലേറ്റിംഗ്. നമുക്ക് എന്താണ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും, സോർട്ടിങ് ചെയ്യാൻ പറ്റും. എക്സലിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സോർട്ടിങ് ചെയ്യാൻ പറ്റും, ഫിൽറ്ററിങ് ചെയ്യാൻ പറ്റും, ചാർട്ടിങ്. ഈ ചാർട്ടിങ് എന്ന് പറഞ്ഞാൽ നമുക്ക് വേഡിലും പവർ പോയിന്റിലൊക്കെ ചാർട്ട് ചെയ്യാലും പ്രധാനമായിട്ട് നമ്മൾ ചാർട്ടിങ് ചെയ്യുന്ന എവിടെയാണ്? എക്സലാണ്. അപ്പം നമുക്ക് ചാർട്ടിങ് ചെയ്യാം. ഓക്കെ, ആൻഡ് അനലൈസിങ് ആൽഫാ ന്യൂമറിക് ഡേറ്റ. അപ്പം നോക്കിയേ, നമ്മുടെ എക്സലിന്റെ ഒരു ഉപയോഗമാണ് ഇതിലൂടെ പഠിച്ചേക്കണം. നോക്കിയേ, കാൽക്കുലേറ്റിംഗ്, എൻറ്ററിങ്, എഡിറ്റിംഗ്, ഫോർമാറ്റിംഗ്, കാൽക്കുലേറ്റിംഗ്, സോർട്ടിംഗ്, ഫിൽറ്ററിംഗ്, ചാർട്ടിംഗ് ആൻഡ് അനലൈസിംഗ് ആൽഫാ ന്യൂമറിക് ഡേറ്റ. ഇത്രയും കാര്യം ഓക്കെ ആണല്ലോ? ഓക്കെ, ഇനി എക്സാമ്പിൾ ഓഫ് സ്പ്രെഡ്ഷീറ്റ് പാക്കേജ്. നമ്മൾ സ്പ്രെഡ്ഷീറ്റ് പാക്കേജിന് അല്ലെങ്കിൽ എക്സൽ സോഫ്റ്റ്വെയറിന് എക്സാമ്പിൾ ആണ്. നോക്കിയാൽ ലോട്ടസ് 1 2 3 ചോദിക്കാം. ലോട്ടസ് 1 2 3 എന്തിന് എക്സാമ്പിൾ ആണ്? അതൊരു എക്സൽസ് അല്ലേ, ഒരു സ്പ്രെഡ്ഷീറ്റ് പാക്കേജ് ആണ്. ഓക്കെ, ഇനി നോക്കിയേ, കോട്രോ പ്രോ, MS Excel എന്താണ്? മൈക്രോസോഫ്റ്റ്. ഇതൊക്കെ സ്പ്രെഡ്ഷീറ്റ് പാക്കേജുകളാണ്. ഓക്കെ, അപ്പോൾ ലോട്ടസ് 1 2 3, കോട്രോ പ്രോ, MS Excel, ലിബർ ഓഫീസ് കാൽക്ക്. നമുക്കറിയാം MS ഓഫീസിന് മുമ്പ് നമ്മൾ ഉപയോഗിച്ച ഓപ്പൺ ഓഫീസാണ്. അപ്പോൾ ഓപ്പൺ ഓഫീസിലൊക്കെ എക്സലിന് അറിയപ്പെടുന്നത് എന്താണ്? കാൽക്ക് എന്നാണ്. ഓക്കെ, അടുത്ത് നോക്കിയേ, ആപ്പിൾ നമ്പേഴ്സ് എന്തിൻ്റെ ആയിരിക്കും? ആപ്പിളിൻ്റെയാണ് ആപ്പിൾ നമ്പേഴ്സ്. പിന്നെ ഗൂഗിൾ ഷീറ്റ്, ഗൂഗിൾ ഷീറ്റ്. നമ്മളെല്ലാവരും ഇപ്പം ഗൂഗിൾ ഷീറ്റ് ഒക്കെ ഉപയോഗിക്കാറുണ്ട് അല്ലേ? അപ്പോൾ നോക്കിയേ, ഗൂഗിൾ ഷീറ്റ്, ആപ്പിൾ നമ്പേഴ്സ്, ലിബർ ഓഫീസ് കാൽക്ക്. ഓക്കെ, ഇപ്പം നമ്മൾ പഠിച്ചുകൊണ്ട് എക്സൽ അല്ലേ, MS Excel, കോട്രോപ്പോ, ലോട്ടസ്. ഇവയൊക്കെ എന്തിന് എക്സാമ്പിൾ ആണ്? എക്സാമ്പിൾ ഓഫ് സ്പ്രെഡ്ഷീറ്റ് പാക്കേജ്. നമ്മുടെ സ്പ്രെഡ്ഷീറ്റ് പാക്കേജിന് എക്സാമ്പിൾസ് ആണ്. അപ്പോൾ ഇതിൽ ഏതെങ്കിലുമൊക്കെ തന്നിട്ട് ചോദിക്കാം, താഴെ തന്നിരിക്കുന്നതിൽ സ്പ്രെഡ്ഷീറ്റ് പാക്കേജിന് എക്സാമ്പിൾ ആയിട്ടുള്ളത്. അപ്പോൾ ഇവ എഴുതിയെടുത്ത് പഠിച്ചോണേ. ഓക്കെ, നോക്കിയടേ, ഫസ്റ്റ് സ്പ്രെഡ്ഷീറ്റ് പ്രോഗ്രാം വിസികാൽക്ക് അല്ലേ? ഫസ്റ്റ് സ്പ്രെഡ്ഷീറ്റ് പ്രോഗ്രാം ഏതാണ്? വിസികാൽക്കാണ്. ഹു ഡെവലപ്ഡ് ദ വിസികാൽക്ക്? ഡാൻ ബ്രിംഗ്ലിയാണ് എന്താണ് വിസികാൽക്ക് ഡെവലപ്പ് ചെയ്തത്. ഓക്കെ, വർക്ക് ബുക്ക്. ഓക്കെ, നമ്മൾ പഠിച്ചല്ലേ വർക്ക് ബുക്ക്. ആൻ എക്സൽ ഫയൽ ഈസ് ജനറലി കാൾഡ് എ വർക്ക് ബുക്ക് അല്ലേ? നമ്മുടെ എക്സൽ ഫയലിനെയൊക്കെ എന്താണ് ജനറലി അറിയപ്പെടുന്നത്? വർക്ക് ബുക്ക്. ഞാൻ നേരത്തെ പറഞ്ഞു നമ്മളൊരു വർക്ക് ബുക്കാണ് ഓപ്പൺ ചെയ്ത് വെച്ചേക്കുന്നത് അല്ലേ? അതിൽ ഡീഫാൾട്ട് ആയിട്ട് 3 വർക്ക് ഷീറ്റ് കാണും. നമ്മൾ കാണുന്നതാണ് ഒരു ഷീറ്റാണ് അല്ലെ, ഒരു വർക്ക് ഷീറ്റാണ് നമ്മൾ കാണുന്നത്. ഓക്കെ, നോക്കിയേ, ആൻ എക്സൽ ഫയൽ ഈസ് ജനറലി കാൾഡ് എ വർക്ക് ബുക്ക്. എക്സൽ ഫയൽ എന്തെന്നാണ് അറിയപ്പെടുന്നത്? ഒരു വർക്ക് ബുക്ക് എന്നാണ് അറിയപ്പെടുന്നത്. ഓക്കെ, എ സ്പ്രെഡ്ഷീറ്റ് ഫയൽ വിത്ത് 1 more ഷീറ്റ് ഈസ് കാൾഡ് വർക്ക് ബുക്ക്. ഒരു വർക്ക് ബുക്കിൽ ഒന്നിലധികം ഷീറ്റുകൾ ഉണ്ടല്ലേ? എ സ്പ്രെഡ്ഷീറ്റ് ഫയൽ വിത്ത് 1 or more ഷീറ്റ് ഈസ് കാൾഡ് വർക്ക് ബുക്ക് അല്ലേ? ഒന്നിലധികം ഷീറ്റുകൾ ചേർന്നാണ് ഒരു വർക്ക് ബുക്ക്. ഞാൻ പറഞ്ഞു ഒരു വർക്ക് ബുക്കിലെ ഡീഫാൾട്ട് വർക്ക് ഷീറ്റ് 3. അത് കൂടാതെ നമുക്ക് എക്സ്ട്രാ ഷീറ്റുകൾ ഇൻസേർട്ട് ചെയ്ത് കൊടുക്കാം. അത് നമുക്ക് എവിടെ നിന്ന് മനസ്സിലാക്കാൻ പറ്റും? എക്സൽ വിൻഡോയുടെ എന്താണ് ബോട്ടം ലെഫ്റ്റ് സൈഡിലുള്ള ഷീറ്റ് ടാബിൽ നിന്ന് അത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഓക്കെ, നോക്കിയേ, the dash is the part of Excel where you can enter or edit formulas,
comma functions or text cells it display the contents the active cell. ഞാൻ നേരത്തെ പറഞ്ഞു ഫോർമുല ബാറിന്റെ ഉപയോഗം അല്ലേ, കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞായിരുന്നു. നമ്മൾ ഒരു ആക്റ്റീവായ സെല്ലിൽ എന്തൊക്കെ ടൈപ്പ് ചെയ്യുന്നു, എഡിറ്റ് ചെയ്യുന്നു തുടങ്ങിയ കാര്യങ്ങൾ നമുക്ക് എവിടെ ഡിസ്പ്ലേ ചെയ്യാൻ പറ്റും? ഫോർമുല ബാർ. ഈ സെന്റൻസ് ഒന്ന് നോക്കിയടേ. The dash is the part of Excel where you can enter or edit formulas, functions or text in cells and it displays the contents of the active cell. അല്ല, ആക്റ്റീവായ സെല്ലിൽ നമ്മൾ എന്തൊക്കെ ടൈപ്പ് ചെയ്യുന്നു, എഡിറ്റ് ചെയ്യുന്നു തുടങ്ങിയ കാര്യങ്ങൾ നമുക്ക് എവിടെയും ഡിസ്പ്ലേ ചെയ്ത് കാണാൻ പറ്റും? ഫോർമുല ബാറിലും കാണാൻ പറ്റും. നോക്കാം, നോക്കിയടേ. ഇതൊരു ആക്റ്റീവായ സെല്ലാണ്. ഞാൻ ഇവിടെ കുറച്ച് കാര്യങ്ങൾ ടൈപ്പ് ചെയ്യും. ഇനി നിങ്ങൾ ഫോർമുല ബാറിലൊന്ന് നോക്കിയേ. ഞാൻ ഇവിടെ ചെയ്ത ആ കാര്യങ്ങൾ നമുക്ക് എവിടെയും ഡിസ്പ്ലേ ചെയ്യാം, ഫോർമുല ബാറിലും കാണാൻ പറ്റും. ഇപ്പോൾ ആ ഫോർമുല ബാറിൻ്റെ ഉപയോഗം കാണിച്ചോ. ഞാൻ എന്താ ഇവിടുന്ന് അതിനെ എഡിറ്റ് ചെയ്ത് മാറ്റി. അതെന്താണ്? ഫോർമുല ബാറിലും എഡിറ്റ് ആയി. അപ്പം നമ്മളൊരു ആക്റ്റീവായ സെല്ലിൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നു, എഡിറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ പുതിയ കാര്യങ്ങൾ കൂട്ടിച്ചേർക്കുന്നു, അല്ലെങ്കിൽ എന്തെങ്കിലും ടൈപ്പ് ചെയ്യുന്നു, ആ കാര്യങ്ങൾ നമുക്ക് എവിടെയും കാണാൻ പറ്റുമോടെ? ഫോർമുല ബാറിലും കാണുവാൻ സാധിക്കും. അപ്പോൾ ഫോർമുല ബാർ എന്താണെന്ന് മനസ്സിലാക്കിയോടെ. ഫോർമുല ബാർ എവിടെയാണ് വന്ന? റൈറ്റ് സൈഡ് ഓഫ് ദ എന്താണ് നൈം ബോക്സ്. നമ്മളെന്താണ് ഇതിൻ്റെ നൈം ബോക്സിൻ്റെ റൈറ്റ് സൈഡിലായിട്ടാണ് എന്ത് വരുന്നത്? ഓക്കെ, ഫോർമുല ബാർ വരുന്നത്. ഓക്കെ, അപ്പോൾ ഫോർമുല ബാർ മനസ്സിലായില്ലേ? ഓക്കെ, ഇനി നൈം ബോക്സ്. ഓക്കെ, നൈം ബോക്സിന്റെ റൈറ്റ് സൈഡിൽ ഫോർമുല ബാർ പറഞ്ഞു. ഡാഷ് ഷോസ് ദ അഡ്രസ് ഓഫ് ദ കറണ്ട് സെൽ. അതായത് കറണ്ട് സെല്ലിന്റെ അഡ്രസ് ആണ് നമ്മൾ എന്താണ് നൈം ബോക്സിൽ കാണുന്നത്. ഇപ്പൊ നോക്കിയടേ, ഞാൻ നിൽക്കുന്ന ഏത് സെല്ലിലാണ്? D6ലാണ്. കണ്ട, D6 എന്ന് ഇവിടെ അഡ്രസ്സ് കാണിക്കുന്നു. അപ്പൊ കറണ്ട് സെൽ അല്ലെങ്കിൽ ആക്റ്റീവായ സെല്ലിന്റെ അഡ്രസ് ആണ് നമ്മൾ എവിടെ കാണുന്നത്? നൈം ബോക്സിൽ കാണുന്ന. ഓക്കെ അല്ലേ? ഇനി നോക്കിയേ, one of the left most side of the formula bar there is a small text box is called. ഫോർമുല ബാറിന്റെ ലെഫ്റ്റ് സൈഡിലാണ് എന്ത് വന്ന? നൈം ബോക്സ് അല്ലേ? നോക്കിയേ, ഫോർമുല ബാറിന്റെ ലെഫ്റ്റ് സൈഡിലുള്ള ഒരു സ്മാൾ ടെക്സ്റ്റ് ബോക്സ് ആണ് ഈ നൈം ബോക്സ്. നിങ്ങൾ നൈം ബോക്സ് നോക്കിയാൽ കാണാം D6 എന്ന് പറഞ്ഞുകൊണ്ടാണ് കാണുക. D6 എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ കറണ്ട് സെല്ലാണ്. നോക്കിയാൽ നമ്മളിപ്പോൾ നിൽക്കുന്ന സെല്ലാണ് D6. ഓക്കെ, അപ്പം ഫോർമുല ബാർ മനസ്സിലാക്കി, നൈം ബോക്സ് മനസ്സിലാക്കി. ഇനി നോക്കിയേ, ആഡിങ് ആൻഡ് റിമൂവിങ് വർക്ക്ഷീറ്റ്. നമുക്ക് എങ്ങനെയൊക്കെ ഒരു വർക്ക്ഷീറ്റ് ഇൻസേർട്ട് ചെയ്യാനുള്ള തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മൾ ഇവിടെ നോക്കിയത്. അപ്പോൾ നമ്മൾ ഒരു വർക്ക്ഷീറ്റ് മനസ്സിലാക്കി, വർക്ക് ബുക്ക്, നൈം ബോക്സ്, ഫോർമുല ബാർ. നോക്കിയേ, എ സ്പ്രെഡ്ഷീറ്റ് ക്യാൻ കണ്ടെയ്ൻ. നോക്കിയേ, എ സ്പ്രെഡ്ഷീറ്റ് ക്യാൻ കണ്ടെയ്ൻ one or more വർക്ക്ഷീറ്റ് അല്ലേ? ഞാൻ പറഞ്ഞു ഒരു സ്പ്രെഡ്ഷീറ്റിൽ എന്താണ് ഒന്നിലധികം വർക്ക്ഷീറ്റുകളുണ്ട്. ബൈ ഡിഫാൾട്ട് there will be ഡാഷ് വർക്ക്ഷീറ്റ്. ഞാൻ പറഞ്ഞു ഒരു വർക്ക് ബുക്കിൽ ഡിഫാൾട്ട് ആയിട്ടുള്ള വർക്ക്ഷീറ്റുകളുടെ എണ്ണം എത്രയാണ്? 3 ആണ്. ഓക്കെ, 3. ഓക്കെ, ഇനി നോക്കിയേ, ബൈ ഡിഫാൾട്ട് എക്സൽ വർക്ക്ഷീറ്റ് ആർ നൈംഡ് ഷീറ്റ് 1, ഷീറ്റ് 2, ഷീറ്റ് 3. നമുക്കറിയാം എക്സൽ വിൻഡോയുടെ ബോട്ടം ലെഫ്റ്റ് സൈഡിലുള്ള ഷീറ്റ് ടാബിൽ നോക്കിയാൽ ഡിഫാൾട്ടുള്ള വർക്ക്ഷീറ്റ് എങ്ങനെയാണ് കാണിക്കുന്നത്? ഷീറ്റ് 1, ഷീറ്റ് 2, ഷീറ്റ് 3. ഇനി നമ്മൾ എക്സ്ട്രാ ഒരെണ്ണം അഡീഷണൽ ആഡ് ചെയ്താൽ അത് അപ്പുറത്തെ ഷീറ്റ് 4 എന്ന് പറഞ്ഞുകൊണ്ട് കാണിക്കും. ഓക്കെ ആണല്ലോ? We can insert more worksheet into spreadsheet if required. When you open a new Excel file, the default active sheet is sheet 1. Okay, ഇപ്പോൾ ഇവിടെ നോക്കിയേ, ഈ ഷീറ്റ് ടാബ് നോക്കിയാൽ ഷീറ്റ് 1, ഷീറ്റ് 2, ഷീറ്റ് 3. പക്ഷേ ഇതിൽ ആക്റ്റീവായിട്ട് നിൽക്കുന്ന ഷീറ്റ് ഏതാണ്? ഷീറ്റ് 1 ആണ്. കാരണം ഞാൻ ഇപ്പോൾ ഷീറ്റ് 1ലാണ് നിൽക്കുന്നത്, അതുകൊണ്ടാണ് ഈ ഷീറ്റ് 1നെ ഇവിടെ ആക്റ്റീവായിട്ട് കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ അത് ഓക്കെ ആണല്ലോ? ഇനി നോക്കിയേ, ദ ഷീറ്റ് ടാബ് ഷോസ് ദ വർക്ക്ഷീറ്റ് അവൈലബിൾ ഇൻ ദ സ്പ്രെഡ്ഷീറ്റ് അല്ലേ? നമുക്ക് എന്താണ് വർക്ക്ഷീറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള അല്ലെ ഷീറ്റുകളൊക്കെ നമുക്ക് എവിടെ കാണാൻ പറ്റും? ഷീറ്റ് ടാബിൽ കാണാൻ പറ്റും. ഞാൻ നേരത്തെ പറഞ്ഞു ഡീഫാൾട്ട് ആയിട്ടുള്ള 3 ഉള്ളൂ, എന്നാൽ ഞാൻ ഒരു 2 കൂടെ ഇൻസേർട്ട് ചെയ്ത് അപ്പോൾ 5 ആയേ. അത് നമുക്ക് എവിടെ കാണാൻ പറ്റും? ഷീറ്റ് ടാബിൽ കാണാൻ പറ്റും. അപ്പം ഞാൻ ചോദിക്കുന്നു, ഷീറ്റ് ടാബ് എവിടെയാണ്? വർക്ക്ഷീറ്റ് വിൻഡോയുടെ ബോട്ടം ലെഫ്റ്റ് സൈഡിലായിട്ടാണ് ഷീറ്റ് ടാബ് വരുന്നത്. ഓക്കെ, വി ക്യാൻ യൂസ് sheet tab button to switch from one sheet or to another sheet. The single page in a workbook is called worksheet. ഒരു വർക്ക് ബുക്കിലെ സിംഗിൾ പേജിന് എന്താണ് അറിയപ്പെടുന്ന? വർക്ക്ഷീറ്റ് എന്നാണ്. നോക്കിയേ, സിംഗിൾ പേജ് ഇൻ എ വർക്ക് ബുക്ക് ഈസ് കാൾഡ് വർക്ക്ഷീറ്റ്. ഒരു വർക്ക് ബുക്കിലെ സിംഗിൾ പേജ് എന്താണ് അറിയപ്പെടുന്ന? വർക്ക്ഷീറ്റ് എന്നാണ് അറിയപ്പെടുന്നത്. ഓക്കെ,
അപ്പം നമ്മൾ വർക്ക് ബുക്ക് പഠിച്ചു, വർക്ക്ഷീറ്റ് പഠിച്ചു, സെല്ല് പഠിച്ചു, ആക്റ്റീവായ സെല്ല് പഠിച്ചു, 9 ബോക്സ്, ഫോർമുല ബാർ. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ നമ്മൾ നോക്കി അല്ലേ. ഇനി നോക്കിയേ, ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞു സെല്ല് നമ്മൾ പരിചയപ്പെട്ടു. സെല്ല് പരിചയപ്പെട്ടപ്പോൾ ഞാൻ പറഞ്ഞു കോളത്തിൻ്റെയും റോയുടെയും ഇന്റർസെക്ഷൻ ആണ് എന്താണ് സെല്ല്. അപ്പം നമ്മൾ കോളം മനസ്സിലായില്ലേ, വെർട്ടിക്കലായിട്ട് ഇങ്ങനെ ABCD എന്ന് പറഞ്ഞത് അല്ലേ, കോളം അല്ലെ, അതായത് 1 2 3 4 എന്നിങ്ങനെ ഹൊറിസോണ്ടലായിട്ട് പറഞ്ഞത് എന്താണ് റോയും എന്ന് നമ്മൾ പരിചയപ്പെട്ടു. നോക്കിയേ, ഇൻ എക്സൽ കോളംസ് ആർ ലേബിൾഡ് ആസ് എന്താണ് ABC അല്ലെ. എക്സൽ എന്താണ് കോളംസ് ഒക്കെ ലേബിൾ ചെയ്യുന്നതാണ് ABC. ഇൻ എക്സൽ കോളംസ് ആർ ലേബിൾഡ് ആസ് ABC. എക്സൽ റോസ് ആർ ലേബിൾഡ് ആസ് 1 2 3. എക്സലിൽ റോസ് എങ്ങനെ എൻട്രി കാണിക്കുന്ന 1 2 3 എന്ന റോസും, കോളംസ് എങ്ങനെ എൻട്രി കാണിക്കുന്ന ABCD എന്ന് പറഞ്ഞുകൊണ്ട് കോളംസ്. അടുത്തതായിട്ട് നിങ്ങൾക്ക് തന്നേക്കുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. വളരെ വളരെ ഒരുപാട് തവണ പരീക്ഷയ്ക്ക് എക്സലുമായിട്ട് ബന്ധപ്പെട്ട ചോദിച്ചാണ്. നമ്മൾ റോസ് പഠിച്ചല്ലേ. ഓക്കെ, ടോട്ടൽ റോസ് ഇൻ എക്സൽ. എക്സലിലെ പഠിച്ചോണേ ആകെ റോസ് എത്രയുണ്ടേ 10,48,576 ആണ് കേട്ടോ. നമ്മൾ പഠിക്കാൻ എളുപ്പത്തിന് വേണ്ടി നമ്മൾ ഇങ്ങനെ പഠിച്ചാൽ അത്രയും നല്ലത്. 10,48,576 എത്രയുണ്ടേ. ഓക്കെ, 10,48,576 റോസ് ആണ് എയിലുള്ളത്, എക്സലിൽ ഉള്ള. പഠിച്ചോണേ, എക്സലിലെ ടോട്ടൽ റോസ് എത്രയുണ്ടേ 10,48,576. ഓക്കെ ആണോ? ഓക്കെ, അപ്പം നമ്മൾ ടോട്ടൽ റോസ് പഠിച്ചു. അപ്പം ടോട്ടൽ റോസ് ഉണ്ടെങ്കിൽ എന്തും കാണും, ടോട്ടൽ കോളംസും കാണും. ഓക്കെ, നോക്കിയടേ, ടോട്ടൽ കോളംസ് ഇൻ എക്സൽ. ഓക്കെ, എന്താണ് 16,384. 16,384 ആണ് കേട്ടോ. ഇങ്ങനെ പഠിച്ചാൽ മതി, 16,384. ഓക്കെ, എക്സലിലെ ടോട്ടൽ കോളംസ് എത്രയുണ്ട് 16,384. കണ്ട, A to XFD. അപ്പം നിങ്ങൾ നോക്കി, A എന്ന് നിങ്ങൾക്ക് മനസ്സിലായി ആദ്യത്തെ കോളമാണ്. ഈ XFD എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് കോളമാണ്. ഓക്കെ, ലാസ്റ്റ് കോളത്തെ എന്തുപയോഗിച്ചാണ് സൂചിപ്പിക്കുന്നത് XFD. നമുക്കറിയാം A എന്നത് ഫസ്റ്റ് കോളം എന്ന്, 1 എന്നത് ഫസ്റ്റ് റോയും A എന്നത് ഫസ്റ്റ് കോളവുമാണ്. ഈ XFD എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് കോളത്തെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. മനസ്സിലായ? അപ്പൊ A എന്നത് ഒന്നാമത്തെ കോളം, ഈ XFD എന്ന് പറഞ്ഞാൽ 16,384 അല്ലേ. ഓക്കെ, അപ്പൊ ലാസ്റ്റ് കോളം. അപ്പൊ ടോട്ടൽ കോളംസും നമ്മൾ പഠിച്ചു, ടോട്ടൽ റോസും നമ്മൾ പഠിച്ചു. ഓക്കെ, ഇനി നോക്കിയേ, ലാസ്റ്റ് സെല്ലിൻ എക്സൽ. നാം പറഞ്ഞു കോളത്തിന്റെയും റോയുടെയും ഒരു ഇന്റർസെക്ഷൻ ആണ് എന്ത് സെല്ല്. അപ്പൊ ലാസ്റ്റ് സെല്ലിൻ എക്സൽ എത്രയാണ് XFD 10,48,576. നമുക്കറിയാം ഫസ്റ്റ് സെല്ല് നമുക്കറിയാം A1, A എന്ന കോളം, 1 എന്ന സെല്ലും A1. അപ്പം ലാസ്റ്റ് സെല്ലാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ. ലാസ്റ്റ് സെല്ലിൻ എക്സൽ എത്രയുടെ XFD 10,48,576. ലാസ്റ്റ് സെല്ലിൻ എക്സൽ ഏതാണ്ട് XFD 10,48,576 ആണ് എക്സലിലെ ലാസ്റ്റ് സെല്ല്. ഓക്കെ, ഫസ്റ്റ് സെല്ലിന്റെ ഫസ്റ്റ് റോ ഓഫ് എക്സൽ. എക്സലിലെ ഫസ്റ്റ് റോയിലെ ഫസ്റ്റ് സെല്ല് നമുക്കറിയാം A1. നോക്കിയടേ, ഫസ്റ്റ് റോ ഞാൻ നോക്കിയ ഫസ്റ്റ് റോയിലാണ് നിൽക്കുന്നത്. ഫസ്റ്റ് റോയിൻ ഫസ്റ്റ് സെൽ A1, A എന്ന കോളോ 1 എന്ന റോയ്. ഓക്കെ ആണോ? ഓക്കെ, ഓക്കെ. അപ്പൊ നോക്കിയേ, ഫസ്റ്റ് സെല്ലിന്റെ ഫസ്റ്റ് റോ ഓഫ് എക്സൽ ഏതാണ് A1. ഇനി ലാസ്റ്റ് സെല്ലിന്റെ ഫസ്റ്റ് റോ ഓഫ് എക്സൽ ഏതാണ് XFD 1. നോക്കിയടേ, ലാസ്റ്റ് സെല്ലിന്റെ ഫസ്റ്റ് റോ ഓഫ് എക്സൽ XFD 1. ഓക്കെ ആണോ? ഓക്കെ, ഇനി നോക്കിയേ, ഫസ്റ്റ് സെല്ലിന്റെ ലാസ്റ്റ് റോ ഓഫ് ഫസ്റ്റ് സെല്ലിന്റെ ലാസ്റ്റ് റോ ഓഫ് എക്സൽ എത്രയാണ് ഓക്കെ A 10,48,576. ഓക്കെ, നോക്കിയടേ, ലാസ്റ്റ് സെല്ലിന്റെ ലാസ്റ്റ് റോ ഓഫ് എക്സൽ. എക്സലിലെ ലാസ്റ്റ് റോയിലെ ലാസ്റ്റ് സെല്ലാണ് ചോദിച്ചത്. നോക്കിയേ, XFD 10,48,576. XFD 10,48,576. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമ്മൾ നോക്കിയാണ് അല്ലേ. ടോട്ടൽ കോളം, ടോട്ടൽ റോ, ഫസ്റ്റ് സെല്ല്, ലാസ്റ്റ് റോ, അങ്ങനെ തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മളിവിടെ പരിചയപ്പെട്ടാണ്. ഓക്കെ, നോക്കിയടേ, ഇനി നമ്മള് അല്ലേ നോക്കിയേ,
സെല്ല് നമ്മൾ പരിചയം നോക്കിയേ. ഡാഷ് ഈസ് ദ ഇന്റർസെക്ഷൻ ഓഫ് കോളം ആൻഡ് റോ. ഒരു കോളത്തിന്റെയും ഒരു റോയുടെയും ഇന്റർസെക്ഷൻ ആണ് ഒരു സെല്ലെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇതൊരു സെല്ലല്ലേ. കെ എന്ന പറയടേ കെ എന്ന കോളവും പിന്നെ ഏതാണ് 4 എന്ന റോയും. അപ്പൊ ഇതിനെ എന്തെന്ന് പറയും? K4 എന്ന് പറഞ്ഞതാണ് ഒരു സെല്ലാണ്. ഓക്കെ, മനസ്സിലായ? ഓക്കെ, അപ്പം എന്താണ് സെല്ല്? ഓക്കെ, ഇന്റർസെക്ഷൻ ഓഫ് കോളം ആൻഡ് റോ. കോളത്തിന്റെയും റോയുടെയും ഇന്റർസെക്ഷൻ ആണ് എന്ത്? ഒരു സെല്ല്. ഡാഷ് ഈസ് ദ ഇന്റർസെക്ഷൻ ഓഫ് കോളം ആൻഡ് റോ സെല്ല്. ഇൻ എ വർക്ക്ഷീറ്റ് ഡാഷ് ഈസ് ഫോർമഡ് വെൻ എ റോ മീറ്റ്സ് എ കോളം സെൽ. അതായത് ഒരു കോളംസ് മീറ്റ് ചെയ്യുന്നതാണ് അല്ലെ സെല്ല് എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ സെല്ല് എന്തെന്നും ഓക്കെ മനസ്സിലാക്കി അല്ലേ? ഓക്കെ, അപ്പൊ നമ്മള് നോക്കിയുടെ എന്തൊക്കെ മനസ്സിലായി? സെല്ല് മനസ്സിലാക്കി, കോളം, റോ. കോളം എങ്ങനെയാണ് മനസ്സിലാക്കുന്നത്, റോ എങ്ങനെയാണ്? ടോട്ടൽ കോളം, ടോട്ടൽ റോ. ഇനി നോക്കിയടേ, സെൽ ഈസ് ദ സ്മാളസ്റ്റ് യൂണിറ്റ് ഓഫ് വർക്ക്ഷീറ്റ്. നമുക്കറിയാം ഇതൊരു വർക്ക്ഷീറ്റ് ആണ് അല്ലേടെ. ഈ വർക്ക്ഷീറ്റിലെ സ്മാളസ്റ്റ് യൂണിറ്റ് ആണ് ഈ ഒരു സെല്ല്. ഇതൊരു വർക്ക്ഷീറ്റ് ആണ് അല്ലേ. ഈ ഒരു വർക്ക്ഷീറ്റിലെ സ്മാളസ്റ്റ് യൂണിറ്റ് ആണ് ഏത്? ഓക്കെ, ഒരു സെല്ല് അല്ലേ. അപ്പൊ നോക്കിയേ, സെൽ ഈസ് ദ സ്മാളസ്റ്റ് യൂണിറ്റ് ഓഫ് ദ വർക്ക്ഷീറ്റ് വെയർ ഡേറ്റ ആൻഡ് ഫോർമുല ക്യാൻ ബി പ്ലേസ്ഡ്. ഓക്കെ, അതായത് നമ്മളിപ്പോൾ ഡേറ്റയും ഫോർമുലയൊക്കെ എന്താണ് പ്ലേസ് ചെയ്യുന്ന സെല്ലിലാണ്. നോക്കിയേ, ഇതൊരു എക്സലിലെ സ്മാളസ്റ്റ് യൂണിറ്റ് ആണ്. അപ്പം നമ്മൾ കാര്യങ്ങളൊക്കെ എൻ്റർ ചെയ്യുന്നതാണ് ഈ ഒരു സെല്ലിലായിരിക്കും നമ്മൾ കാര്യങ്ങൾ. അപ്പം ഈ ഒരു വർക്ക്ഷീറ്റ് ഞാൻ പറഞ്ഞു അല്ലേ, ഒരു വർക്ക് ബുക്കിലെ ഡീഫാൾട്ട് വർക്ക്ഷീറ്റുകളുടെ എണ്ണം 3 ഇത് ഷീറ്റ് 1ലാണ് ഇപ്പം നമ്മൾ നിൽക്കുന്നത്. ഇനി നമുക്ക് ഷീറ്റ് 2ലോട്ട് പോവാം, ഷീറ്റ് 3ലോട്ട് പോവാം. ഇനി എത്ര ഷീറ്റ് വേണമെങ്കിലും ഇൻസേർട്ട് ചെയ്യാം. അപ്പോൾ ഒരു വർക്ക്ഷീറ്റിലെ സ്മാളസ്റ്റ് ആയിട്ടുള്ള യൂണിറ്റ് ആണ് ഏത്? സെല്ല്. നമ്മൾ കാര്യങ്ങളൊക്കെ എൻ്റർ ചെയ്ത് കൊടുക്കുന്നത് എവിടെ എൻ്റർ ചെയ്യും? ഈ ഒരു സെല്ലാണെന്നും നിങ്ങൾ മനസ്സിലാക്കണേ. ഓക്കെ, ഓക്കെ. അപ്പം സെൽ ഈസ് ദ സ്മാളസ്റ്റ് യൂണിറ്റ് ഓഫ് ദ വർക്ക്ഷീറ്റ് വെയർ ഡേറ്റ ആൻഡ് ഫോർമുല ക്യാൻ ബി പ്ലേസ്ഡ്. ദ സെൽ ഹാവിംഗ് എ ബോൾഡ് ബൗണ്ടറി ഈസ് ദ സെൽ. ഞാൻ പറഞ്ഞു ഒരു സെല്ലിന് ഒരു ബോൾഡ് ആയിട്ടുള്ള ബൗണ്ടറി കാണും അല്ലേ, ഒരു ഡാർക്ക് ബോൾഡ് ബൗണ്ടറി കാണും. അത് എങ്ങനെയുള്ള സെല്ലിലാണ്? ആക്റ്റീവ് സെൽ. ഓക്കെ, അപ്പൊ ആക്റ്റീവായ സെല്ലിന് ഒരു ബോൾഡ് ഒരു ബൗണ്ടറി കാണും അല്ലേ. ഓക്കെ, ഇത് ആക്റ്റീവ് ആയിട്ടുള്ള സെല്ലിനാണ്. ഓക്കെ, അപ്പൊ നമ്മള് നോക്കിയടേ, നൈം ബോക്സ്, ഫോർമുല ബാർ, സെല്ല്. അപ്പം സെല്ല് പഠിച്ചപ്പോൾ കോളം, റോ. കോളത്തെ എങ്ങനെ മനസ്സിലാക്കാം, റോയെ എങ്ങനെ മനസ്സിലാക്കാം, ടോട്ടൽ കോളം, ടോട്ടൽ റോ, ഫസ്റ്റ് റോ, ലാസ്റ്റ് റോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ മനസ്സിലായി. പിന്നെ ഒരു ആക്റ്റീവ് ആയിട്ടുള്ള സെല്ല്, ഷീറ്റ് ടാബ്, ഇത്രയും കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി. ഇനി ഞാൻ പറഞ്ഞു ഷീറ്റ് ടാബ് കാണപ്പെടുന്നത് എവിടെയാണ്? നമ്മുടെ വർക്ക്ഷീറ്റ് വിൻഡോയുടെ ബോട്ടം ലെഫ്റ്റ് സൈഡിലാണ്. ഓക്കെ, ഇനി നമുക്ക് എങ്ങനെയൊക്കെ ഒരു വർക്ക്ഷീറ്റ് ഇൻസേർട്ട് ചെയ്യാന്നുള്ള തുടങ്ങിയ കാര്യങ്ങളാണ് നോക്കേണ്ടത്. അതായത് മെത്തേഡ്സ് ടു ഇൻസേർട്ട് എ ന്യൂ വർക്ക്ഷീറ്റ്. എക്സലിൽ നമുക്ക് എങ്ങനെയൊക്കെ ഒരു വർക്ക്ഷീറ്റ് ഇൻസേർട്ട് ചെയ്യാനാണ് ഇനി നോക്കേണ്ടത്. ഓക്കെ, നോക്കാം. ഓക്കെ, നോക്കിയടേ, പ്രധാനമായിട്ട് ഞാൻ പറഞ്ഞു നമ്മൾ ഓപ്പൺ ചെയ്യുന്ന വർക്ക് അല്ലേ, വർക്ക് ബുക്കിലെ ഡീഫാൾട്ട് വർക്ക്ഷീറ്റ് 3 അല്ലേ. ഇപ്പം നോക്കിയേ, ഇതൊരു ഷീറ്റാണ്, ഇതൊരു വർക്ക്ഷീറ്റാണ്. ഇപ്പം ഞാൻ നിൽക്കുന്നത് ഷീറ്റ് 1ലാണ്. നമ്മളിത് എവിടെ നിന്നാണ് മനസ്സിലാക്കുന്നത്? ഈ എന്താണ് ബോട്ടം ലെഫ്റ്റ് സൈഡിലുള്ള ഷീറ്റ് ടാബ് ഉണ്ട്. ഈ ഷീറ്റ് ടാബിൽ നിന്നാണ് ഷീറ്റ് 1, ഷീറ്റ് 2, ഷീറ്റ് 3 എന്ന് പറഞ്ഞുകൊണ്ട് ഇതിലോട്ട് വരുന്നത്. ഇവിടെ നിന്നാണ് നമ്മൾ എന്ത് മനസ്സിലാക്കുന്നത്? ഇവിടെ എത്ര ഷീറ്റ് ഉണ്ടെന്ന് മനസ്സിലാക്കുന്നത്. ഇനി നമ്മൾ പറഞ്ഞു ഡീഫാൾട്ട് 3 വർക്ക്ഷീറ്റേ ഉള്ളൂ. ഇനി എക്സലിൽ നമുക്ക് എങ്ങനെയൊക്കെ ഒരു വർക്ക്ഷീറ്റ് പുതിയതായിട്ട് ഇൻസേർട്ട്, അതായത് 3 കൂടാതെ എങ്ങനെ നമുക്ക് 4ാമത്തെ 5ാമത്തെയൊക്കെ വർക്ക്ഷീറ്റ് ഇൻസേർട്ട് ചെയ്യാനാണ് നോക്കുന്നത്. ശ്രദ്ധിച്ചോണേ. ഓക്കെ, നോക്കിയടേ, മെത്തേഡ്സ് ടു ഇൻസേർട്ട് എ ന്യൂ വർക്ക്ഷീറ്റ്. അതായത് നമ്മുടെ ഡീഫാൾട്ട് വർക്ക്ഷീറ്റ് കൂടാതെ എക്സലിൽ എങ്ങനെയൊക്കെ ബാക്കി വർക്ക്ഷീറ്റ് ഇൻസേർട്ട് ചെയ്യാനാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, നോക്കിയേ, ഫസ്റ്റ് ഓപ്ഷൻ. ഓക്കെ, ശ്രദ്ധിച്ചേടേ, ഹോം ടാബ്, സെൽസ് ഗ്രൂപ്പ്, ഇൻസേർട്ട് വർക്ക്ഷീറ്റ്. നമുക്ക് നോക്കാം. ഹോം ടാബിൽ സെൽസ് എന്ന ഗ്രൂപ്പിൽ പോയിട്ട് ഇൻസേർട്ട് വർക്ക്ഷീറ്റ്. നോക്കിയേ, നമ്മളിപ്പോൾ എക്സൽ വിൻഡോയിലാണ് നിൽക്കുന്നത്. നമുക്കറിയാം നമ്മൾ എങ്ങനെയൊക്കെ, അതായത് ഡീഫാൾട്ടായിട്ടുള്ള 3 വർക്ക്ഷീറ്റ് കൂടാതെ നമുക്ക് എങ്ങനെയൊക്കെ ബാക്കി വർക്ക്ഷീറ്റ് ഇൻസേർട്ട് ചെയ്യാനാണ് നമ്മളിവിടെ നോക്കുന്നത്. ഫസ്റ്റ് ഓപ്ഷൻ എങ്ങനെയാണ്? ഹോം ടാബ്. നമുക്കറിയാം 7 ടാബാണ് എക്സലിലുള്ളത്. അതൊക്കെ നമ്മൾ പരിചയപ്പെട്ടായിരുന്നല്ലേ. ഹോം, ഇൻസേർട്ട്, പേജ് ലേഔട്ട്, ഫോർമുലാസ്, ഡേറ്റ, റിവ്യൂ വ്യൂ. ഫസ്റ്റ് ഓപ്ഷൻ ഹോം ടാബിൽ സെൽസ് എന്ന ഗ്രൂപ്പ്. ഓക്കെ, നമ്മൾ ഏത് ഗ്രൂപ്പാണ്? സെൽസ് എന്ന ഗ്രൂപ്പ്. അപ്പോൾ ഞാൻ ഹോം ടാബ് എടുത്തേ.
ക്ലിപ്പ് ബോർഡ് ഉണ്ട്, ഫോണ്ട് ഉണ്ട്, അലൈൻമെന്റ് ഉണ്ട്, നമ്പർ ഉണ്ട്, സ്റ്റൈൽസ് ഉണ്ട്, സെൽസ്. നോക്കിയേ, ഇവിടെയാണ് വരുന്ന സെൽസ് ഗ്രൂപ്പ്. ഓക്കെ, നോക്കാം. ഫസ്റ്റ് ഓപ്ഷൻ എങ്ങനെയാണ്? ഫസ്റ്റ് പറഞ്ഞേക്കുന്ന രീതി എന്താണ്? ഹോം ടാബില് സെൽസ് ഗ്രൂപ്പ് അല്ലെ, ഹോം ടാബില് സെൽസ് എന്ന ഗ്രൂപ്പ്. ഓക്കെ, ഹോം ടാബിൽ സെൽസ് ഗ്രൂപ്പ് ക്ലിക്ക് ചെയ്യാൻ നേരത്ത് 3 ഓപ്ഷൻ വരുന്നുണ്ട്. ഇൻസേർട്ട് സെല്ല്, ഇൻസേർട്ട് ഷീറ്റ് റോ, ഇൻസേർട്ട് ഷീറ്റ് കോളംസ്, ഇൻസേർട്ട് ഷീറ്റ്. ഞാൻ ക്ലിക്ക് ചെയ്യണേ. ഓക്കെ, ഇൻസേർട്ട് ഷീറ്റ്. നോക്കിയേ, ഇവിടെ ഷീറ്റ് 4 എന്ന് പറഞ്ഞുകൊണ്ട് 4ാമത്തെ ഷീറ്റ് ഇൻസേർട്ട് ആയി. നോക്കിയേ, 4ാമത്തെ ഷീറ്റ് ഇൻസേർട്ട് ആയി. ഓക്കെ, അപ്പം ഷീറ്റ് 1, ഷീറ്റ് 2, ഷീറ്റ് 3 ഇപ്പുറത്തായിട്ട് ലെഫ്റ്റ് സൈഡിലായിട്ട് 4ാമത്തെ ഷീറ്റ്. ഓക്കെ, ഇവിടെ ഇൻസേർട്ട് ആയിട്ടുണ്ട് കേട്ടോ. ഓക്കെ, ഈ കളർ മാറ്റം വന്നത് പുതിയ ഷീറ്റ് ഇൻസേർട്ട് ചെയ്തുകൊണ്ടാണ് വന്നത്. ഓക്കെ, പുതിയ ഷീറ്റ് ഇൻസേർട്ട് ചെയ്തുകൊണ്ടാണ് ആ ഒരു ചേഞ്ച് വന്നത് കേട്ടോ. അപ്പൊ നമ്മള് ഫസ്റ്റ് രീതി എങ്ങനെയാണ്? ഹോം ടാബില് സെൽസ് ഗ്രൂപ്പിൽ ഇൻസേർട്ട് വർക്ക്ഷീറ്റ്. ഓക്കെ, നിങ്ങൾ ശ്രദ്ധിക്കണം, ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മൾ പഠിക്കുന്നത് എങ്ങനെയൊക്കെ, അതായത് ഡീഫാൾട്ട് ആയിട്ടുള്ള 3 വർക്ക്ഷീറ്റ് കൂടാതെ എക്സലിൽ എങ്ങനെയൊക്കെ വർക്ക്ഷീറ്റ് ഇൻസേർട്ട് ചെയ്യാന്നുള്ള കാര്യമാണ് പഠിക്കുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചേ, ഇവിടെ നോക്കിയാൽ നമുക്കറിയാം, നിങ്ങൾ ഈ ഷീറ്റ് ടാബിൽ നോക്കിയറിയാം, ഷീറ്റ് 1, ഷീറ്റ് 2, ഷീറ്റ് 3. 4ാമത്തെ ഷീറ്റ് ഞാൻ ഇൻസേർട്ട് ചെയ്തു. എങ്ങനെയാണ്? ഹോം ടാബില് സെൽസ് ഗ്രൂപ്പ് അല്ലെ, ഹോം ടാബില് സെൽസ് ഗ്രൂപ്പിൽ പോയിട്ട് ഞാൻ 4ാമത്തെ ഷീറ്റ് ഇൻസേർട്ട് ചെയ്യും. ആ 4ാമത്തെ ഷീറ്റ് എവിടെയാണ് ഇൻസേർട്ട് ചെയ്യുന്നത് നിങ്ങൾ കണ്ട? ഇപ്പുറത്തെ സൈഡിലായിട്ടാണ്, ലെഫ്റ്റ് സൈഡിലായിട്ടാണ്. അതായത് ഷീറ്റ് 1ന്റെ സാധാരണ നമ്മളിപ്പം ഷീറ്റുകളൊക്കെ ഇൻസേർട്ട് ചെയ്യാൻ നേരത്തെ ഇപ്പോൾ ഷീറ്റ് 1, ഷീറ്റ് 2, ഷീറ്റ് 3 ഇത് 3 ഉണ്ട്. ഇനി ഷീറ്റ് 4 ഇൻസേർട്ട് ചെയ്യുമ്പം ഷീറ്റ് 3 കഴിഞ്ഞിട്ടാണ് വരുന്നത്. പക്ഷേ ഇവിടെ ഞാൻ ഇൻസേർട്ട് ചെയ്തപ്പോൾ ഷീറ്റ് 1ന്റെ അപ്പുറത്താണ് വന്നത്. നോക്കിയേ, ഷീറ്റ് 4, പിന്നെ ഷീറ്റ് 1, ഷീറ്റ് 2, ഷീറ്റ് 3 അങ്ങനെയാണ് ഇൻസേർട്ട് ആയത്. അത് നിങ്ങളൊന്ന് ഓർത്തോണം. ഓക്കെ, അപ്പം ഫസ്റ്റ് രീതി നമ്മൾ നോക്കി, ഹോം ടാബിൽ സെൽസ് ഗ്രൂപ്പിൽ ഇൻസേർട്ട് വർക്ക്ഷീറ്റ്. ഓക്കെ, അടുത്തായിട്ട് പറഞ്ഞേക്കുന്നത് ഷോർട്ട് കട്ട് കീ ആണ് അല്ലേ. അപ്പം നമ്മൾ ഇതുവരെ ഷോർട്ട് കട്ട് കീകളൊന്നും പഠിച്ചു തുടങ്ങിയില്ല. അപ്പം നമ്മൾ ആദ്യത്തെ ഒരു ഷോർട്ട് കട്ട് കീ പരിചയപ്പെടുകയാണ്. അടുത്തതായിട്ട് നോക്കിയേ, ഷോർട്ട് കട്ട് കീ ടു ഇൻസേർട്ട് എ ന്യൂ വർക്ക്ഷീറ്റ്. രണ്ടാമത്തെ രീതി ഷോർട്ട് കട്ട് കീ ഉപയോഗിച്ച്, അതിന് 2 ഷോർട്ട് കട്ട് കീ ആണ് പറയുന്നത്. ഷിഫ്റ്റ് F11 അല്ലേ, ഷിഫ്റ്റ് F11 ഓൾട്ട് ഷിഫ്റ്റ് F1. അപ്പം എക്സലില് ഒരു വർക്ക്ഷീറ്റ് ഇൻസേർട്ട് ചെയ്യാനുള്ള ഷോർട്ട് കട്ട് കീ ഏതൊക്കെയാണ്? ഷിഫ്റ്റ് F11 പഠിച്ചോണേ. ഷിഫ്റ്റ് F11 പ്രീവിയസ് ആണ്, ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട്. ഒരു ന്യൂ വർക്ക്ഷീറ്റ് ഇൻസേർട്ട് ചെയ്യാനുള്ള ഷോർട്ട് കട്ട് കീ ഏതാണ്? ഷിഫ്റ്റ് F11. ഓക്കെ, ഷിഫ്റ്റ് F11, പിന്നെ എന്താണ്? ഓൾട്ട് ഷിഫ്റ്റ് F1. നമുക്ക് നോക്കാം. ഓക്കെ, ഞാൻ ഷിഫ്റ്റ് F11 കൊടുക്കുവാണേ. ഓക്കെ, ഷിഫ്റ്റ് F11 കൊടുത്തപ്പോൾ അടുത്ത ഷീറ്റും ഇൻസേർട്ട് ആയിട്ടുണ്ട് കേട്ടോ. ഷിഫ്റ്റ് F11 ഷിഫ്റ്റ് എന്താണ്? ഷീറ്റ് 5. ഓക്കെ, 5ാമത്തെ ഷീറ്റും ഇൻസേർട്ട് ആയിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അപ്പം ആദ്യം എങ്ങനെയാണ്? ഹോം ടാബിൽ സെൽസ് ഗ്രൂപ്പിൽ ഇൻസേർട്ട് വർക്ക്ഷീറ്റ്. രണ്ടാമത്തെ രീതിയാണ് ഷിഫ്റ്റ് F11 അല്ലെ, ഷിഫ്റ്റ് F11 അല്ലെങ്കിൽ മറ്റൊരു ഷോർട്ട് കട്ട് കീ അവിടെ പറഞ്ഞു, ഓൾട്ട് ഷിഫ്റ്റ് F1. അപ്പം 5ാമത്തെ വർക്ക്ഷീറ്റ് ഈ ഷിഫ്റ്റ് F11 കൊടുത്ത് ഷീറ്റ് ഇൻസേർട്ട് ചെയ്യപ്പോഴും അടുത്ത ഷീറ്റ് ഇൻസേർട്ട് ആയവരാണ് ലെഫ്റ്റ് സൈഡിലായിട്ടാണ്. നോക്കിയേ, എവിടെയായിട്ടാണ് ഇൻസേർട്ട് ആയത്? ലെഫ്റ്റ് സൈഡിലായിരുന്നു നമ്മളെ ഷീറ്റ് 4ന്റെ അപ്പുറത്തായിട്ട്. ഓക്കെ, അപ്പം 2 രീതിയിൽ നോക്കിയേ, ഷിഫ്റ്റ് നമ്മൾ ഹോം ടാബിൽ സെൽസ് ഗ്രൂപ്പ് ഉപയോഗിച്ച് ഇൻസേർട്ട് ചെയ്തപ്പോഴും ഓക്കെ ഷോർട്ട് കട്ട് കീ ഷിഫ്റ്റ് F11 ഉപയോഗിച്ച് ഇൻസേർട്ട് ചെയ്തപ്പോഴും ലെഫ്റ്റ് സൈഡിലായി, അതായത് ഷീറ്റ് 1, ഷീറ്റ് 2, ഷീറ്റ് 3 എന്ന് പറഞ്ഞാൽ ലെഫ്റ്റ് സൈഡിലായിട്ടാണ് ഷീറ്റ് ഇൻസേർട്ട് ആവുന്നത് നമുക്ക് കാണാം. ഓക്കെ, ഇനി നോക്കിയേ, അടുത്ത രീതിയാണ് പറയാനായിട്ട് പോകുന്നത്. ഓക്കെ, അടുത്ത എങ്ങനെയാണ്? റൈറ്റ് ക്ലിക്ക് ഓൺ ദ ടാബ് ആൻഡ് എക്സിസ്റ്റിംഗ് വർക്ക്ഷീറ്റ്, ദെൻ ക്ലിക്ക് ദ ഇൻസേർട്ട് ഷീറ്റ്. നോക്കട്ടെ, അതായത് ഇപ്പം നമുക്കറിയാം, ഇപ്പം മൊത്തം 5 ഷീറ്റായി. ഷീറ്റ് 4, ഷീറ്റ് 5, ഷീറ്റ് 1, 2, 3. ഇതിൽ ഏതെങ്കിലും ഒരു ആക്റ്റീവായിട്ടുള്ള ഷീറ്റിൽ എന്താണ്? റൈറ്റ് ക്ലിക്ക് ചെയ്യുക. റൈറ്റ് ക്ലിക്ക് ഓൺ ദ ടാബ്, അതായത് എക്സിസ്റ്റിംഗ് വർക്ക്ഷീറ്റ്, ദെൻ ക്ലിക്ക് ഓൺ ദ ഇൻസേർട്ട് വർക്ക്ഷീറ്റ്. നമുക്ക് ഷീറ്റ് 1ൽ തന്നെ വെച്ച് റൈറ്റ് ക്ലിക്ക് ചെയ്തു, അതായത് ഏതെങ്കിലും ഒരു എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഷീറ്റിൽ വെച്ച് റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഇത് ചെയ്യുക. ഓക്കെ, ഇൻസേർട്ട് വർക്ക്ഷീറ്റ് കൊടുക്കാം. നോക്കാം. ഓക്കെ, അപ്പം ഇവിടെ ഞാനിപ്പോൾ ഇവിടെ നോക്കിയേ,
ഞാൻ ഇവിടെ കണ്ടോടെ ഷീറ്റ് 1 വെച്ച് റൈറ്റ് ക്ലിക്ക് ചെയ്യുവാണ്. അപ്പം അതാ അവിടെ ഒരു പോപ്പപ്പ് മെനു വന്നു. ഇൻസേർട്ട്, ഡിലീറ്റ്, റീനെയിം, കണ്ടോ പല ഓപ്ഷൻ. അതിൽ ഏത് കൊടുക്കണം? ഇൻസേർട്ട് ഞാൻ കൊടുക്കണം. നോക്കിയേ, ഏതെങ്കിലും എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഷീറ്റിൽ വർക്ക് ഷീറ്റിൽ ഷീറ്റ് ടാബിൽ വെച്ച് എന്ത് ചെയ്യുക? റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഇൻസേർട്ട് കൊടുക്കണേ. അപ്പോൾ ഓപ്ഷൻ വന്നു. ഞാൻ ഓക്കെ കൊടുത്തു. ഓക്കെ, അടുത്ത ഷീറ്റ് ഇൻസേർട്ടായി. ഷീറ്റ് 6 ആയി. നോക്കിയേ, ഡീഫാൾട്ട് ഇപ്പോൾ 3 ഉള്ളായിരുന്നു. ഏതൊക്കെയാണ്? ഷീറ്റ് 1, ഷീറ്റ് 2, ഷീറ്റ് 3. നമ്മൾ ആദ്യം ഹോം ടാബിൽ സെൽസ് ഗ്രൂപ്പിൽ പോയിട്ട് ഇൻസേർട്ട് ചെയ്തു, ഒരു ഷീറ്റായി. അപ്പോൾ എത്ര? ഷീറ്റ് 4 ആയി. ഇനി എന്താണ്? ഷിഫ്റ്റ് F11 കൊടുത്ത് ഇൻസേർട്ട് ചെയ്ത് എന്താണ്? ഷീറ്റ് 5 ആയി. പിന്നെ റൈറ്റ് ക്ലിക്ക് ചെയ്ത് ഏതെങ്കിലും എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഷീറ്റിൽ വെച്ചിട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഓക്കെ ന്യൂ വർക്ക് ഷീറ്റ് കൊടുത്തപ്പോൾ ഷീറ്റ് 6 ആയി. ഓക്കെ, നോക്കിയടേ. അപ്പൊ ഈ 3 രീതി മനസ്സിലായല്ലോ. അടുത്ത 4ാമത്തെ രീതി പറയാണ്. ഈ 3 രീതിയും മനസ്സിലായെങ്കിൽ നിങ്ങൾ ഈ 3 രീതിയിലും ഒരു കാര്യം ഓർത്തോണം. ഹോം ടാബിൽ പോയി സെൽസ് ഗ്രൂപ്പിൽ പോയിട്ട് പുതിയ ഷീറ്റ് ഇൻസേർട്ട് ചെയ്തപ്പോൾ F11 കൊടുത്ത് പുതിയ ഷീറ്റ് ഇൻസേർട്ട് ചെയ്തതും, ഇതേപോലെ എക്സിസ്റ്റിംഗ് വർക്ക് ഷീറ്റിൽ റൈറ്റ് ക്ലിക്ക് ചെയ്ത് പുതിയ ഷീറ്റ് ഇൻസേർട്ട് ചെയ്തപ്പോഴും പുതിയ ഷീറ്റ് ഇൻസേർട്ട് ആയ എവിടെയാണ്? നിലവിലുള്ള ഷീറ്റിന്റെ ലെഫ്റ്റ് സൈഡിലായിട്ടാണ് ഇൻസേർട്ട് ആയെന്ന് നിങ്ങൾ ഓർത്തോണേ. ഓക്കെ, അടുത്ത രീതിയാണ് നമ്മളിവിടെ നോക്കുന്നത്. ക്ലിക്ക് ഓൺ ദ ഇൻസേർട്ട് വർക്ക്ഷീറ്റ് ബട്ടൺ. ശ്രദ്ധയുടെ, ക്ലിക്ക് ഓൺ ദ ഇൻസേർട്ട് വർക്ക്ഷീറ്റ് ബട്ടൺ റൈറ്റ് ടു ദ ഷീറ്റ് ടാബ്. അതായത് ഞാൻ പറഞ്ഞു ഷീറ്റ് ടാബിന്റെ റൈറ്റ് സൈഡിൽ എന്തുണ്ട്? ഇൻസേർട്ട് വർക്ക്ഷീറ്റ് എന്ന് പറഞ്ഞൊരു ബട്ടൺ ഉണ്ട്. ഇൻസേർട്ട് വർക്ക്ഷീറ്റ് ബട്ടൺ നോക്കിയടേ. നോക്കിയേ, ഇത് ഷീറ്റ് ടാബിൽ സ്ക്രോൾ ബട്ടൺ. ഇത് ഷീറ്റ് ടാബ്. ഷീറ്റ് ടാബിന്റെ റൈറ്റ് സൈഡിലായിട്ട് കണ്ട, ഇവിടെ ആയിട്ട് കണ്ട, ഷീറ്റ് ടാബിന്റെ റൈറ്റ് സൈഡിലായിട്ട് ഒരു ബട്ടൺ ഉണ്ട്. അതിനെ പറയുന്നതാണ് ഇൻസേർട്ട് വർക്ക്ഷീറ്റ് ബട്ടൺ. അതിനെ പറയുന്ന പേരെന്താണ്? ഇൻസേർട്ട് വർക്ക്ഷീറ്റ് ബട്ടൺ. ഇൻസേർട്ട് വർക്ക്ഷീറ്റ് ബട്ടൺ അല്ലേ? ഓക്കെ, ഇൻസേർട്ട് വർക്ക്ഷീറ്റ് ഓക്കെ. Click on the insert worksheet button, right to the sheet tabs. A new worksheet will be placed on the rightmost side of the existing worksheet. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇവിടെയാണ്. നിങ്ങളൊന്ന് നോക്കിയേ, അതായത് ഷീറ്റ് ടാബിന്റെ റൈറ്റ് സൈഡിലുള്ള ഇൻസേർട്ട് വർക്ക്ഷീറ്റ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത വർക്ക്ഷീറ്റ് ഇൻസേർട്ട് ചെയ്യാം. പക്ഷേ ഇൻസേർട്ട് വർക്ക്ഷീറ്റ് ബട്ടൺ ഉപയോഗിച്ച് നമ്മൾ ഇൻസേർട്ട് ചെയ്യുന്ന വർക്ക്ഷീറ്റ് എപ്പോഴും എവിടെയാണ് വരുന്നത്? എക്സിസ്റ്റിംഗ് വർക്ക്ഷീറ്റിന്റെ റൈറ്റ് സൈഡിലായിരിക്കും. നിങ്ങൾ നോക്കിയേ, ഹോം ടാബിൽ സെൽസ് ഗ്രൂപ്പ്, ഷിഫ്റ്റ് F11, റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഇൻസേർട്ട് വർക്ക്ഷീറ്റ്. ഈ 3 രീതിയിലും ഇൻസേർട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഇൻസേർട്ട് ചെയ്യുന്ന വർക്ക്ഷീറ്റ് എവിടെയാണ്? എക്സിസ്റ്റിംഗ് വർക്ക്ഷീറ്റിന്റെ ലെഫ്റ്റ് സൈഡിലായിട്ടായിരിക്കും ഇൻസേർട്ട് ആവുന്നത്. പക്ഷേ ഇൻസേർട്ട് വർക്ക്ഷീറ്റ് ബട്ടൺ ഉപയോഗിച്ച് നമ്മൾ ഒരു ഷീറ്റ് ഇൻസേർട്ട് ചെയ്യുമ്പോൾ എക്സിസ്റ്റിംഗ് വർക്ക്ഷീറ്റിന്റെ എവിടെയായിരിക്കും? റൈറ്റ് സൈഡിലായിട്ടായിരിക്കും ഇൻസേർട്ട് ആവുന്നത്. ഓക്കെ ആണല്ലോ? ഓക്കെ, നോക്കിയേ. അപ്പോൾ നോക്കിയേ, ക്ലിക്ക് ഓൺ ദ ഇൻസേർട്ട് വർക്ക്ഷീറ്റ് ബട്ടൺ റൈറ്റ് ടു ദ ഷീറ്റ് ടാബ്സ്. എ ന്യൂ വർക്ക്ഷീറ്റ് വിൽ ബി പ്ലേസ്ഡ് ഓൺ ദ റൈറ്റ് മോസ്റ്റ് സൈഡ് ഓഫ് ദ എക്സിസ്റ്റിംഗ് ഷീറ്റ്. Okay, in MS Excel, when you click on the sheet 2 and insert a new worksheet, the new worksheet will be inserted to the dash side of the currently active sheet. നിങ്ങൾക്ക് അത് മനസ്സിലായോ? അതായത് നിങ്ങളിപ്പം ഷീറ്റ് 2 വെച്ച് റൈറ്റ് ക്ലിക്ക് ചെയ്ത് ഒരു പുതിയ ഷീറ്റ് ഇൻസേർട്ട് ആയാൽ അത് എവിടെയായിരിക്കും ഇൻസേർട്ട് ചെയ്യുന്നത്? ആ ഷീറ്റ് 2ന്റെ ലെഫ്റ്റ് സൈഡിലായിരിക്കും. അതാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്. ഓക്കെ, എന്നാൽ നമ്മളിപ്പം ഷീറ്റ് 3ലാണ് നിൽക്കുന്നത്. എന്നാൽ ഞാൻ എന്താണ് ഇൻസേർട്ട് വർക്ക്ഷീറ്റ് ബട്ടണിൽ പോയിട്ട് ആ ഒരു ഷീറ്റ് ഇൻസേർട്ട് ചെയ്യുമ്പോൾ അത് എവിടെയായിരിക്കും വന്നത്? റൈറ്റ് സൈഡിലായിട്ടായിരിക്കും വരുന്നത്. അപ്പോൾ നമ്മൾ ഇവിടെ നോക്കിയത് എക്സൽ എങ്ങനെയൊക്കെ ഒരു ഷീറ്റ് ഇൻസേർട്ട് ചെയ്യാം. നമുക്കറിയാം ഡീഫാൾട്ട് ആയിട്ടുള്ള 3 വർക്ക്ഷീറ്റേ ഉള്ളൂ, ഷീറ്റ് 1, ഷീറ്റ് 2, ഷീറ്റ് 3. അതുകൂടാതെ നമുക്ക് എങ്ങനെയൊക്കെ ഒരു വർക്ക്ഷീറ്റ് ഇൻസേർട്ട് ചെയ്യാം? ഹോം ടാബിൽ സെൽസ് ഗ്രൂപ്പിൽ പോയിട്ട് ഇൻസേർട്ട് വർക്ക്ഷീറ്റ്, അത് ഒന്നാമത്തെ രീതി. രണ്ടാമത്തെ ഒരു ഷോർട്ട് കട്ട് കീയാണ് ഷിഫ്റ്റ് F11 അല്ലെങ്കിൽ ആൾട്ട് ഷിഫ്റ്റ് F1 എന്ന ഷോർട്ട് കട്ട് കീ. മൂന്നാമത്തെ രീതി എങ്ങനെയാണ്? നമ്മൾ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഏതെങ്കിലും വർക്ക്ഷീറ്റ്, ഷീറ്റ് 1 ഷീറ്റ് 2 ഷീറ്റ് 3 ഏതെങ്കിലും ഒന്ന് റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ഇൻസേർട്ട് ചെയ്യാൻ പറ്റും. അടുത്ത 4ാമത്തെ രീതി, ഷീറ്റ് ടാബിന്റെ റൈറ്റ് സൈഡിലായിട്ട് എന്തുണ്ട്? ഇൻസേർട്ട് വർക്ക്ഷീറ്റ് ബട്ടൺ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്തും നമുക്ക് വർക്ക്ഷീറ്റ് ഇൻസേർട്ട് ചെയ്യാം. അതൊന്ന് നോക്കാം. 4ാമത്തെ രീതിയാണ്. ഇനി 4ാമത്തെ രീതിയാണ് നിങ്ങളെ കാണിക്കുമ്പോൾ നോക്കിയേ, ഇതാണ് ഇൻസേർട്ട് വർക്ക്ഷീറ്റ് ബട്ടൺ. ഞാൻ അവിടെ ക്ലിക്ക് ചെയ്തേ. അവിടെ ക്ലിക്ക് ചെയ്തപ്പോൾ അടുത്ത ഷീറ്റ് നോക്കിയേ, കണ്ട ഷീറ്റ് 6 അല്ലെങ്കിൽ ഷീറ്റ് 7. ഓക്കെ, ഇവിടെയാണ് ഇൻസേർട്ട് ആയത്. കണ്ട റൈറ്റ് സൈഡിലാണ് ഈ ഷീറ്റ് 3യുടെ റൈറ്റ് സൈഡിൽ. ബാക്കി എല്ലാ ഷീറ്റും
ലെഫ്റ്റ് സൈഡിൽ ഇൻസേർട്ട് ആകുമ്പോൾ ഈ ഷീറ്റ് മാത്രം റൈറ്റ്, അതായത് എക്സിസ്റ്റിംഗ് വർക്ക്ഷീറ്റിന്റെ റൈറ്റ് സൈഡിലാണ് ഇൻസേർട്ട്. ആ ഒരു കാര്യം കൂടെ നമ്മൾ അറിഞ്ഞിരിക്കണം. ഓക്കെ, അപ്പോൾ നമ്മൾ ഡിഫാൾട്ട് ആയിട്ടുള്ള വർക്ക്ഷീറ്റുകളുടെ എണ്ണം പഠിച്ചു. അതുകൂടാതെ എങ്ങനെയൊക്കെ നമുക്കൊരു വർക്ക്ഷീറ്റ് ഇൻസേർട്ട് ചെയ്യുക എന്നുള്ള കാര്യവും നമ്മൾ പഠിച്ചു. എങ്ങനെയൊക്കെ ഇൻസേർട്ട് ചെയ്യാടേ നോക്കിയേ. ഓക്കെ, ഹോം ടാബ്. ഓക്കെ, ഹോം ടാബിൽ സെൽസ് ഗ്രൂപ്പിൽ ഇൻസേർട്ടിൽ പോയിട്ട് ഇൻസേർട്ട് വർക്ക്ഷീറ്റ്, അതുകൂടാതെ 2 ഷോർട്ട് കട്ട് ഷിഫ്റ്റ് F11 അല്ലെങ്കിൽ ഓൾട്ട് ഷിഫ്റ്റ് F1. പിന്നെ എന്താണ് റൈറ്റ് ക്ലിക്ക്, നമ്മൾ എക്സിസ്റ്റിംഗ് വർക്ക്ഷീറ്റ് ഷീറ്റ് 1 ഷീറ്റ് 2 ഏതാവാം അതിൽ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ഇൻസേർട്ട് ചെയ്യാം. നാലാമത്തെ രീതി ഏതാണ്? ഓക്കെ, നാലാമത്തെ രീതി ഏതാണ് റൈറ്റ്? ഓക്കെ, അതായത് നമ്മളെ ഇൻസേർട്ട് വർക്ക്ഷീറ്റ് ബട്ടൺ. ഈ ഇൻസേർട്ട് വർക്ക്ഷീറ്റ് ബട്ടൺ എവിടെയാണ് വരുന്നത്? ഷീറ്റ് ടാബിന്റെ റൈറ്റ് സൈഡിൽ. അതിൽ ക്ലിക്ക് ചെയ്യും, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു ഷീറ്റ് ഇൻസേർട്ട് ചെയ്യാമെന്ന് പറഞ്ഞു. ഇനി ഈ മറ്റു 3 രീതി ഉപയോഗിച്ച് നമ്മൾ വർക്ക്ഷീറ്റ് ഇൻസേർട്ട് ചെയ്യുമ്പോഴും എക്സിസ്റ്റിംഗ് വർക്ക്ഷീറ്റിന് ലെഫ്റ്റ് സൈഡിലായി പുതിയ ഷീറ്റ് ഇൻസേർട്ട് ആവുന്ന, എന്നാൽ ഇൻസേർട്ട് വർക്ക്ഷീറ്റ് ബട്ടൺ ഉപയോഗിച്ച് നമ്മൾ ഷീറ്റ് ഇൻസേർട്ട് ചെയ്യുമ്പോൾ എന്തായിരിക്കും? വർക്ക്ഷീറ്റിന്റെ റൈറ്റ് സൈഡിലായിട്ടായിരിക്കും ഇൻസേർട്ട് ആവുന്നത്. ഇത്രയും കാര്യം ഓക്കെ ആണല്ലോ? ഓക്കെ, അടുത്ത കാര്യം പറയാം. അടുത്തത് മറ്റൊരു ഷോർട്ട് കട്ട് കീ ആണ്. ഷോർട്ട് കട്ട് കീ ടു മൂവ് ദ നെക്സ്റ്റ് ഷീറ്റ്, അതായത് നെക്സ്റ്റ് ഷീറ്റിലോട്ട് പോകാനുള്ള ഷോർട്ട് കട്ട് കീ ഏതാണ്ട് പേജ് ഡൗൺ ആണ് കേട്ടോ. പേജ് ഡൗൺ ആണ് നെക്സ്റ്റ്. ഓക്കെ, ഇനി ഷോർട്ട് കട്ട് കീ ടു മൂവ് ദ പ്രീവിയസ് ഷീറ്റ്. ഇപ്പം നമ്മൾ 3ാമത്തെ ഷീറ്റിലേക്ക് നമുക്ക് 2ാമത്തെ ഷീറ്റിലോട്ട് പോകണം. ഏതാണ്? കൺട്രോൾ പേജ് അപ്പ്. ഇപ്പം 2ാമത്തെ ഷീറ്റിൽ നിന്ന് 3ാമത്തെ ഷീറ്റിലോട്ട് പോകുമ്പോൾ കൺട്രോൾ പേജ് ഡൗൺ. ഇനി 3ാമത്തെ ഷീറ്റിൽ നിന്ന് 2ാമത്തെ ഷീറ്റിലോട്ട് പോകണമെങ്കിൽ കൺട്രോൾ പേജ് ഡൗൺ. ഓക്കെ ആണല്ലോ? ഓക്കെ, അപ്പോൾ നമ്മൾ നോക്കിയേ എന്തൊക്കെയാണ് പരിചയപ്പെട്ട ഡീഫാൾട്ട് ആയിട്ടുള്ള വർക്ക്ഷീറ്റ്, അതുകൂടാതെ നമുക്ക് എങ്ങനെയൊക്കെ ഒരു വർക്ക്ഷീറ്റ് ഇൻസേർട്ട് ചെയ്യാന്നുള്ള രീതികൾ പഠിച്ചു. എങ്ങനെയൊക്കെ ഇൻസേർട്ട് ചെയ്യാതെ ഹോം ടാബിൽ സെൽസ് ഗ്രൂപ്പിൽ പോയിട്ട് ഓക്കെ ഇൻസേർട്ട് വർക്ക്ഷീറ്റ്. പിന്നെ ഏതാണ്ട് ഷോർട്ട് കട്ട് ഷിഫ്റ്റ് F11 എന്ന ഷോർട്ട് കട്ട് കീ. പിന്നെ എന്താണ് നമ്മൾ ഏതെങ്കിലും ഒരു വർക്ക്ഷീറ്റിൽ അല്ലെ ഷീറ്റിൽ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഇൻസേർട്ട്. അങ്ങനെ 3 രീതി ഇൻസേർട്ട് ചെയ്യുമ്പോഴും എക്സിസ്റ്റിംഗ് വർക്ക്ഷീറ്റിന് ലെഫ്റ്റ് സൈഡിലായിട്ടായിരിക്കും പുതിയ ഷീറ്റ് ഇൻസേർട്ട് ആണ്. 4ാമത്തെ രീതി എന്താണ്? ഇൻസേർട്ട് വർക്ക്ഷീറ്റ് ബട്ടൺ. ഇവിടെ കാണുന്നതാ ഇൻസേർട്ട് വർക്ക്ഷീറ്റ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ അടുത്ത ഷീറ്റ് ഇൻസേർട്ട് ചെയ്യും. ആ ഷീറ്റ് റൈറ്റ് സൈഡിലുമായിട്ട് ഇൻസേർട്ട് ചെയ്യണം. അപ്പോൾ നോക്കിയേ. ഓക്കെ, ഫോർമുല ബാർ, പിന്നെ എന്താണ് നെയിം ബോക്സ്, ഓക്കെ സെൽസ്, ഓക്കെ കോളം ഹെഡിങ്, റോ ഹെഡിങ്, കോളം റോ, ടോട്ടൽ കോളം, ടോട്ടൽ റോ, ഷീറ്റ് ടാബ്. ഓക്കെ, എത്ര നമുക്ക് ഡിഫാൾട്ടുള്ള ഷീറ്റ് കാണിക്കും. അതുകൂടാതെ എങ്ങനെയൊക്കെ ഒരു ഷീറ്റ് നമുക്ക് ഇൻസേർട്ട് ചെയ്യാം തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മളിതിൽ ഇത്രയും ക്ലാസ് പഠിച്ചത്. ഓക്കെ.